നമസ്തേ. 2018 ഒക്ടോബർ 2 പന്തളം കൊട്ടാരമുറ്റത്ത് നിന്ന് ഒരു ചെറിയ അരുവി ഒഴുകിത്തുടങ്ങി. അത് പുഴയായി, കുത്തൊഴുക്കായി, ഭക്തജനസാഗരമായി, നാടാകെ അലയടിച്ച പ്രതിഷേധ തിരമാലകളിൽ അധികാരത്തിൻ്റെ കോട്ടക്കുത്തളങ്ങൾ ഇളകിയാടി. വ്യാജ നിർമ്മിതിയുടെ നവോത്ഥാനം അതിൽ തകർന്നു വീണു. താളത്തിൽ മുഴങ്ങിയ ശരണം വിളി നാടൊട്ട് കലയടിച്ചു. പിന്നെ അത് അധികാരഗർവിൽ വിരാജിച്ച ഭരണകർത്താക്കളെ നടുക്കുന്ന ഗർജനമായി മാറി. ഒടുവിൽ ആ മനസ്സുകളിൽ വെളിച്ചം നിറയാൻ അവർ നിർബന്ധിതരായി. അന്നത്തെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്നും വിശ്വാസികളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. മറന്നുപോയവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, കാണാത്തവർ ഒന്ന് കാണാൻ. ഇതാണിതാണു കാണുവിൻ, വരൂ വിഭൂതി നൽകുവിൻ, മഹാടവി തടങ്ങളിൽ വിരാട ഹിന്ദു സംഗമം, ഇതാണിതാണു കാണുവിൻ, വരൂ വിഭൂതി നൽകുവിൻ, മഹാടവി തടങ്ങളിൽ വിരാട ഹിന്ദു സംഗമം. വിപത്തിനെ തടുക്കുവാൻ അടുത്തു നിൽക്കും അർജുനൻ, രചിക്കയാണവർ മഹാചരിത്രമെന്നു നിർണയം. ഒരേ മനസ്സൊരേ ജപം, ഒരേ വികാര നിർഭരം, സ്വധർമ്മപാലനത്തിനായി സ്വജീവിത സമർപ്പണം. അഹന്തതൻ ചിലമ്പണിഞ്ഞ ധർമ്മികൾ അടുക്കവേ, അഹന്തതൻ ചിലമ്പണിഞ്ഞ ധർമ്മികൾ അടുക്കവേ, നിശ്ചയിച്ചുറച്ചു നിൽക്കയാണവർ. ഇതാണിതാണു കാണുവിൻ, വരൂ വിഭൂതി നൽകുവിൻ, മഹാടവി തടങ്ങളിൽ വിരാട ഹിന്ദു സംഗമം. നിരയ്ക്കുമെന്നു മൃത്യുവും വരിക്കുവാനൊരുക്കമായി, ചമയ്ക്കയാണവർ മതിൽ ഗിരിക്കു തുല്യമുജ്വലം. കടുത്ത ദണ്ഡിനാലവർ വരിപ്പു ക്രൂരമർദ്ദനം, അകത്ത് സ്വാമിയാകയാൽ അതൊക്കെ നിഷ്പ്രയോജനം. സുശക്തരോധമൊന്നു തീർത്തു ധർമ്മരക്ഷ ചെയ്യുവോ, സുശക്തരോധമൊന്നു തീർത്തു ധർമ്മരക്ഷ ചെയ്യുവോ, പരസഹസ്രമാകയാൽ പണിപ്പെടുന്നു രാക്ഷസ.
ഇതാണു വരൂ വിഭൂതി നൽകുവിൻ മഹാടവി തടങ്ങളിൽ വിരാട ഹിന്ദു സംഗമം നിസംഗമൂഢ ദൈന്യത ഇസങ്ങൾ തീർത്ത ചങ്ങല ഇതൊക്കെ ദൂരെയാഞ്ഞെറിഞ്ഞിവർ വരുന്ന കാഹളം അതിൻ പ്രകമ്പനങ്ങളിൽ തകർന്നടിഞ്ഞു വീണിതാ അതീവധാഷ്ട്യമെന്നതിൽ പൊതിഞ്ഞ രാജശാസന ഇനി തിരിച്ചൊരിക്കലും വരാതെ വണ്ണമെന്ന ഇനി തിരിച്ചൊരിക്കലും വരാതെ വണ്ണമെന്ന കിരീടമിന്നുടഞ്ഞു മറന്നുപോയവരെ ഓർമ്മിപ്പിക്കാനായിരുന്നു ആ ദൃശ്യങ്ങൾ. ഇന്നത്തെ പ്രത്യേക ചർച്ചയാണ് ഭക്തർക്കൊപ്പം. ഇതിൽ അതിഥികളായി എത്തുന്നത് ശബരിമല കർമ്മസമിതി കൺവീനറായി ഈ പ്രക്ഷോഭത്തെ ആകെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ശ്രീ SJR കുമാർ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്നയാൾ, സൗമ്യ സാന്നിധ്യമായി എന്നാൽ ദൃഢനിശ്ചയത്തോടുകൂടി ഭക്തജനങ്ങൾക്കൊപ്പം അണിനിരന്ന പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി ശ്രീ നാരായണ വർമ്മ. ആദ്യം ശ്രീ SJR കുമാറിലേക്ക്. എത്ര കേസുകളുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, 1000-ഓളം വരും എന്നെനിക്കറിയാം. ഓർമ്മപ്പെടുത്തലിൻ്റെ മാത്രം ദിവസമല്ല എന്ന് അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്നും ആ വെല്ലുവിളി, ആ ആക്രമണം, ആ ഭീഷണി ഇന്നും അകന്നിട്ടില്ല. അത് പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല ഭാഗങ്ങളിൽ. അതിങ്ങ് ശബരിമലയായാലും തൃശ്ശൂർ പൂരമായാലും അങ്ങ് തിരുപ്പതിയിലായാലും വിവിധ ഭാവങ്ങളിൽ, രൂപങ്ങളിൽ അത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ദിവസം അങ്ങേക്ക് ആദ്യം ഓർത്തെടുക്കാനുള്ളത് എന്താണ് ശ്രീ SJR കുമാർ? ശബരിമല യുവതീ പ്രവേശത്തിന് അനുകൂലമായിട്ട് 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധിയാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത്. പക്ഷേ ഇന്നും കേരള സമാജം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭക്തജന സമൂഹം ഈ വിധിയുടെ എല്ലാ വശങ്ങളും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. ഇത് യുവതീ പ്രവേശത്തിന് അനുകൂലമായൊരു വിധി എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ടെങ്കിലും അത് ശബരിമലയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അടിസ്ഥാനപരമായിട്ട് 5 വിഷയങ്ങളാണ് ഈ വിധിയിലുള്ളത്. ഈ 5 കാര്യങ്ങളും ഈ വിധിയിൽ പറയുന്ന പോലെ നടപ്പാക്കിയിരുന്നെങ്കിൽ ശബരിമല മാത്രമല്ല കേരളത്തിലെ സമസ്ത ക്ഷേത്രങ്ങളുടെയും അടിസ്ഥാന ശില ഇളകുന്ന തരത്തിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈ അവസരത്തിൽ അവിടെ നിന്ന് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ 2006 ഒരു ദേവപ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് പുറത്തേക്ക് വന്നൊരു വിഷയമായിരുന്നു ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ഒരു യുവതി സ്പർശം ഏറ്റിരിക്കുന്നു എന്നുള്ളത്. അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്ന് എനിക്കറിയില്ല. അത് ദേവപ്രശ്നത്തിൽ വന്ന വിഷയമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ക്ഷേത്രവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ല. അത് സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ആ പൂജാരി, അതായത് അവിടെ നിയോഗിക്കപ്പെട്ട പൂജാരികൾക്കല്ലാതെ യാതൊരു കാരണവശാലും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാനോ അയ്യപ്പ വിഗ്രഹത്തിൽ സ്പർശിക്കാനോ അവിടെ നേരിട്ട് പൂജ നടത്താനോ പോലും അവകാശമില്ല എന്ന് പൊതുവേ നമുക്കറിയാമെന്നിരിക്കെ ഇത്തരമൊരു വിഷയം വന്നപ്പോൾ അതൊരു യുവതിയുടെ പ്രശ്നമായിട്ടാണ് നമ്മുടെ വിരുദ്ധ ശക്തികളൊക്കെ പ്രചരിപ്പിച്ചത്. 1. 2, ഇതിന് പരിഹാരക്രിയ നടത്തുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൽ അല്ലെ ക്ഷേത്രവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അന്നും കൃത്യമായിട്ടും ആ പരിഹാരക്രിയയാണ് അവിടെ നടന്നത്.
പക്ഷേ ഈ പരിഹാരക്രിയയെ അപഹസിച്ചുകൊണ്ടാണ് ഈ പ്രശ്നത്തിൻ്റെ ആരംഭം. പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ മീഡിയ, പ്രിൻ്റ് മീഡിയ, അന്ന് പ്രിൻ്റ് മീഡിയ ആയിരുന്നു കൂടുതൽ പ്രബലം. പ്രിൻ്റ് മീഡിയകളിൽ 2006 ജൂലൈ മാസം അടുപ്പിച്ച് ഒരു ദിവസം തന്നെ 3 ലേഖനങ്ങൾ വരികയും ഏതാണ്ട് ഒരേപോലുള്ള വിഷയമാണ് അവിടെ കൈകാര്യം ചെയ്തത്. അതിൽ പറഞ്ഞിരുന്നത് ശബരിമല എന്നൊരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ, അവിടെ യുവതികൾക്ക് പലതരത്തിൽ നിയന്ത്രണമുണ്ട്, അവർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. ഒരു യുവതി ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു, ആ ബിംബത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ സ്പർശിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ യുവതിയെ മാത്രമല്ല ഈ സ്ത്രീ സമാജത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ അതിന് പരിഹാരക്രിയ നടത്തി. അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞ് വളരെ വിരുദ്ധമായ, ഞാൻ ചുരുക്കി പറയുകയാണ്, വളരെ ഇത്തരത്തിലുള്ള വിരുദ്ധങ്ങളായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു പത്രമാധ്യമങ്ങളിൽ കൂടെ. അത് പല മാധ്യമങ്ങളിൽ വന്നു. അത് കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് ദി വീക്ക് എന്നുള്ള മാസികയിലും 2-3 ലേഖനങ്ങൾ ഇത്തരത്തിൽ വന്നു. ഇത്തരത്തിൽ ഒരു തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ പിന്നീട് നടക്കുന്നത്. ഡൽഹിയിൽ അഡ്വക്കേറ്റ് നൌഷാദ് എന്നു പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം യങ് ലോയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സംഘടന രൂപീകരിക്കുകയും അദ്ദേഹം അതിൻ്റെ പിന്നിൽ നിൽക്കുകയും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഭക്തി പസ്തീജ, പ്രേരണ കുമാരി അഡ്വക്കേറ്റ്, ഇങ്ങനെ തുടങ്ങിയ 4 വനിതകളെ കൊണ്ട് ഒരു പെറ്റീഷൻ, ഈ വിഷയത്തിൽ ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് ഫയൽ ചെയ്യുകയും ആ പെറ്റീഷനിൽ നമുക്കറിയാവുന്ന 2 പേര്, പേര് പറയുമ്പോൾ തന്നെ നമുക്ക് പറയുമ്പോൾ കക്ഷി ചേർന്ന 2 പേര്, ഒന്ന് ഭൂമാതാ മൂവ്മെൻ്റ് തൃപ്തി ദേശായി, 2 ഹാപ്പി ടു ബ്ലീഡ് എന്നുള്ള വളരെ ചോദ്യം ചെയ്യപ്പെടായിട്ട് സംഘടന. ഇവർ 2മാണ് ആ കേസിൽ ഇംപ്ലീഡ് ചെയ്തത്. ഈ കേസ് മുന്നോട്ട് പോയി, പല സംഘടനകളും അതിലൊക്കെ കക്ഷി ചേർന്നെങ്കിലും ഒരിക്കലും ഇതിൻ്റെ പരിണാമഫലം ഈ നമ്മൾ 2018 വരെ നീണ്ടു. ഇടക്കാലത്ത് അതിന് ഈ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന വിഷയം എന്നുള്ള നിലയിൽ കോടതി വേണ്ട പരിഗണന കൊടുക്കാതെ മാറ്റിവെച്ചെങ്കിലും മോദി സർക്കാർ 2014 വന്നതോടുകൂടി ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഈ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേസ് വീണ്ടും വിചാരണയ്ക്ക് വരികയും അവിടെ ഈ വളരെയധികം ആളുകൾ, അതിനകത്ത് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ബന്ധമൊക്കെ ഉണ്ട്, അത് ഞാൻ അതിൻ്റെ കൃത്യതകൾ പിന്നീട് വരാം. അത്തരത്തിൽ ആ കേസ് മുന്നോട്ട് പോവുകയും അങ്ങനെയാണ് വിധി വരുന്നത്. ഇനി ആ വിധിയിലേക്ക് വന്നാൽ ഈ 2018 സെപ്റ്റംബർ 28 വിധിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു യുവതി പ്രവേശം മാത്രമല്ല, അത് ചെറിയ വിഷയമാണ് കമ്പാരിറ്റീവ്, ശബരിമല മാത്രം സ്പർശിക്കുന്ന വിഷയമാണ്, ബാക്കി വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടതാണ്. അത് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതായിട്ടുള്ള മറ്റു വിഷയങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഒന്ന് തന്ത്രിയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് ഞാൻ ജഡ്ജിയുടെ പേര് പറയുന്നില്ല, കോടതി ലക്ഷം വരുന്നുണ്ട്. ഒരു പ്രത്യേക ജഡ്ജിയുടെ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ 102-ാമത്തെ പേജിൽ ഒരു വാചകമുണ്ട്, there is a fictitious belief that തന്ത്രി ഈസ് ദി ഫാദർ ഓഫ് ദി ഡയറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തുടർന്ന് ഈ തന്ത്രിയുടെ സ്ഥാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ വന്നത്. രണ്ടാമത്, തന്ത്രി സ്ഥാനം ഇല്ലാതെ വന്നാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. രണ്ടാമത്തെ വിഷയം, ക്ഷേത്രത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശി അതല്ലെങ്കിൽ ഇത് ക്ഷേത്രത്തിന് ഭക്തജനങ്ങളുടെ ആണോ അതോ മറ്റാരും വേണ്ട അവകാശം എന്നുള്ളൊരു ചോദ്യത്തിൽ അവർ പറയുന്നത് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എ നാഷണൽ പ്രോപ്പർട്ടി. നമ്മുടെ നിരത്തോ പൊതുനിരത്തോ മൈതാനങ്ങളോ പോലെ തന്നെ ഇത് പൊതുസമൂഹത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള മറ്റൊരു വിഷയമാണ്. അതായത് ഈ പ്രോപ്പർട്ടി ഒരു കാരണവശാലും ഒരു ക്ഷേത്ര സ്വത്തോ അല്ലെങ്കിൽ ക്ഷേത്ര അധികാരികളുടെയോ അല്ലെങ്കിൽ കൈവശക്കാരൻ്റെയോ ഭക്തജനങ്ങളുടെയോ അല്ല. അതിന് കാരണം പറയുന്നത് അത് വളരെ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. 1811 മൺറോ സാഹിബ് കൊണ്ടുവന്ന ഒരു ഉത്തരവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നടന്ന പല വിഷയങ്ങളിലുമൊക്കെ ചേർന്ന് പിന്നെ മഹാരാജാവിൻ്റെ ഭാഗത്തു നിന്നും ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് ഒരു കോമ്പൻസേഷനും കൊടുക്കാതെ ഏതാണ്ട് 1500 ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുകയും ആ ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോകാതെ വന്നപ്പം ആ ക്ഷേത്ര സ്വത്ത് ഏറ്റെടുത്തതിൻ്റെ ഒരു അംശം പോലുമല്ല, ചെറിയൊരു തുക വർഷാസനം എന്നുള്ളത് ആനുവിറ്റി എന്നുള്ളത് കൊടുത്ത ആ തുകയെക്കുറിച്ചാണ് ഇതിൻ്റെ പരാമർശം. പക്ഷേ അവിടെ കോടതിയിൽ ഇത് പരാമർശിക്കപ്പെടാഞ്ഞിട്ടാണോ ജഡ്ജിമാർ അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാഞ്ഞിട്ടാണോ? ഇത് സർക്കാരിൻ്റെ സഹായമാണ്. അത് സർക്കാരിൻ്റെ സഹായം പറ്റുന്നത് തീർച്ചയായിട്ടും അത് പ്രൈവറ്റ് ക്ഷേത്രമായിട്ട് കണക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് പക്ഷേ പിന്നീട് നമ്മളിതൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്കറിയാം. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ 1965 കേരളത്തിലെ അസംബ്ലി ഐകണ്ഠിനെ പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. അത് ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് എൻട്രി ഓഫ് വിമൻ ആക്ട് 1965. അതിൽ സെക്ഷൻ 3B എന്ന് പറയുന്ന സെക്ഷത്തിൽ നമുക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ചില സമയങ്ങളിൽ നമുക്ക് കയറാൻ പാടില്ല, പുലവാലായ്മയാണ് വിഷയം. അപ്പോൾ സ്ത്രീകളുടെ പ്രവേശിക്കുന്നത് എപ്പോൾ പ്രവേശിക്കുക എപ്പോൾ പാടില്ല എന്നുള്ളത് എല്ലാ ക്ഷേത്രങ്ങളും നമ്മളെല്ലാം ആചരിച്ചു വരുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് ചില വിരുദ്ധ ശക്തികൾ ആ കാലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നിയമം തന്നെ കൊണ്ടുവന്നു. ഈ നിയമം അതായത് പുലവാലായ്മയെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ ഈ 3B സെക്ഷനെ ഇല്ലാതാക്കി. ഇതിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. അവസാനത്തെ 5-ാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ നമ്മുടെ ദേവീദേവന്മാർക്കുണ്ടായിരുന്ന ഒരു അവകാശമുണ്ട്, ജുറിസ്ഡിക് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെപ്പോലെ ഒരു വ്യക്തിയെപ്പോലെ ഏത് പ്രശ്നത്തിലും കോടതിയെ സമീപിക്കാനും അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ആ അവകാശവും ഇല്ലാതാക്കി. അതായത് തന്ത്രിയുടെ സ്ഥാനം പോയി, ക്ഷേത്ര സ്വത്തിൻ്റെ അവകാശം പോയി, ക്ഷേത്രത്തിലെ ദേവൻ്റെ അവകാശം പോയി,
ഈ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആചാരാടിസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുലവാലായ്മ ഇല്ലാതാക്കി. ഇതാണ് ഈ സത്യം നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇത് യുവതി പ്രവേശം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഈ യുവതികളുടെ എതിരെയുള്ള പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു പ്രചരണമാണ് നടന്നത്. ശരി കുമാർജി, ഞാൻ മടങ്ങിയെത്താം. അന്ന് പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെയൊക്കെ മുന്നിൽ വച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ടും തളരാതെ ആ പോരാട്ട വീര്യം കാത്തു സൂക്ഷിച്ച് ഭക്തജന ലക്ഷങ്ങളുടെ മുന്നിൽ നായകനായി നിന്ന ശ്രീ കെ സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം ശ്രീ കെ സുരേന്ദ്രൻ. ഇതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിവസമാണ്, അതുകൊണ്ടാണ് അങ്ങും SJR കുമാർജിയും ഉണ്ടാകണം എന്ന് പറഞ്ഞത്. അന്ന് നേടിയ ഭക്തജനങ്ങളുടെ ഒരു വിജയം, അത് കേവലം ഒരു ക്ഷേത്രത്തിലെ പ്രവേശനം, അതിനൊക്കെ അപ്പുറമാണെന്ന് ഇപ്പോൾ എന്നെക്കാൾ നന്നായി ശ്രീ കുമാർ സമർത്ഥിച്ചു കഴിഞ്ഞു. പക്ഷേ അന്നുയർന്ന വെല്ലുവിളി ഇന്ന് അവസാനിച്ചു കഴിഞ്ഞോ? ആചാരങ്ങൾക്ക് നേരെ, വിശ്വാസങ്ങൾക്ക് നേരെ, ഭക്തജനങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണം, ഭീഷണി, ഗൂഢാലോചന ഇന്നും പല രൂപത്തിൽ നിലനിൽക്കുന്നില്ലേ? ശബരിമലയിൽ തുടങ്ങി തൃശ്ശൂർ പൂരം വഴി അങ്ങ് തിരുപ്പതി വരെ എത്തി നിൽക്കുന്നു. രണ്ട് കാര്യങ്ങൾ അങ്ങയോട്. ഒന്ന്, പെട്ടെന്നൊരു തിരിഞ്ഞുനോട്ടം, ഇത് മറന്നുപോയവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മനഃപൂർവ്വം ഓർമ്മിക്കാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി, അറിഞ്ഞില്ലെന്ന് നടിക്കുന്നവർക്ക് വേണ്ടി ഒരു തിരിഞ്ഞുനോട്ടം. രണ്ട്, ഇന്നിൻ്റെ അവസ്ഥ. ശ്രീ കെ സുരേന്ദ്രൻ. അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളിലും എനിക്ക് ഉള്ള അഭിപ്രായം, ഒന്നാമത്തെ കാര്യം, ഈ കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം, പ്രത്യേകിച്ച് ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം, ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഭൂരിപക്ഷ സമുദായം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് മുന്നിൽ ഒരു സംഘടിത ഭരണകൂടം മുട്ടുമടക്കേണ്ടി വന്ന, ഏറ്റവും പ്രബലമായിട്ടുള്ള രീതിയിൽ പരാജയപ്പെടേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ആദ്യത്തെ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദു സമൂഹത്തിൻ്റെ സംഘടിതമായിട്ടുള്ള പ്രതിരോധത്തിന് മുമ്പിൽ നിലപാട് തറയിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാഴ്ച നാം കണ്ടതാണ്. അതിനു മുമ്പ് എപ്പോഴും വിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റ് സമുദായങ്ങളിലൊന്നും തന്നെ ഇടപെടാത്ത സർക്കാർ എല്ലാ കാലത്തും ഭൂരിപക്ഷ സമുദായത്തിൽ മാത്രം നിരന്തരമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് രണ്ട് മുന്നണികൾ ഭരിക്കുമ്പോഴും കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ശബരിമലക്കാലത്ത് ഇതാദ്യമായി ഒരുപാട് പേർ സഹിച്ചിട്ടുണ്ട്. ധാരാളം ആൾക്കാർ, ഇപ്പോൾ SJR കുമാർജിയുടെ കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു, ധാരാളം ആൾക്കാർ, ലക്ഷക്കണക്കിന് പ്രവർത്തകർ, വിശ്വാസി സമൂഹം, കൊച്ചുകുട്ടികൾ, അമ്മമാർ, അവരൊക്കെ വലിയ തോതിലുള്ള ഭീഷണി, അക്രമങ്ങൾ, കേസുകൾ, അങ്ങനെയൊക്കെയുള്ള ജയിൽവാസങ്ങൾ, ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും ഹിന്ദു സമൂഹത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു നീക്കത്തിന് മുമ്പിൽ, ഒരു ധർമ്മ സമരത്തിന് മുമ്പിൽ ഒരു സർക്കാരിന് പരസ്യമായിട്ട് അവരുടെ കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇന്ന് അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, അത്ര എളുപ്പത്തിൽ കേരളത്തിലെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ, അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസത്തെ തകർക്കാൻ, ഭൂരിപക്ഷ സമുദായത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്താൻ അത്ര എളുപ്പത്തിൽ ഒരു സർക്കാരിനും ഒരു ശക്തിക്കും സാധിക്കാത്ത നിലയിൽ ശബരിമല ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റു വഴികൾ ഭരണകൂടങ്ങളും നാസ്തികവാദികളും മതമൗലികവാദികളും എല്ലാം ഹിന്ദു വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബരിമലയുടെ അനുഭവം അവരെ അതിൽ നിന്ന് ഒരു തെല്ല് പുറകോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. ഇപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും, അല്ലെങ്കിൽ ഏത് വിഷയങ്ങൾ വരുമ്പോഴും ഹിന്ദു സമാജത്തെ പ്രകോപിപ്പിക്കരുത്, അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വലിയ തോതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തരുത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കാരണം കേരളത്തിൽ ശബരിമല വിഷയത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ശക്തി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളിൽ അവർ കൈകടത്താൻ ശ്രമിക്കുന്നുണ്ട്, ദേവസ്വം അവർ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റ് സമുദായങ്ങളിലെ പരിഷ്കാരങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാത്തവർ, ഹിന്ദു സമൂഹത്തെ പരിഷ്കരിക്കാൻ ഞങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയവരാണ് എന്നുള്ള വ്യാജന്മാരായിട്ട് അവർ സമൂഹത്തിന് മുമ്പിൽ വിപ്ലവകാരികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഇതാണ് സംസാരിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെയധികം അംഗീകാരം നൽകി, ഇത്രയധികം പിന്തുണ നൽകിയ ഒരു സമരവും ഒരു വിശ്വാസ പ്രശ്നത്തിൽ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ശബരിമല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ശബരിമല കർമ്മസമിതിയുടെയും കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ഒരു ഉജ്ജ്വലമായിട്ടുള്ള വിജയം തന്നെയാണെന്നാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്.
ശ്രീ സുരേന്ദ്രൻ അങ്ങയിലേക്ക് വരാം. ശ്രീ കുമാർജി, കെ സുരേന്ദ്രൻ അല്പസമയമായി കാത്തിരുന്നുകൊണ്ടാണ് അവിടേക്ക് പോയത്. അങ്ങ് ഇന്നിൻ്റെ വെല്ലുവിളികളിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കേസിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്തായിരുന്നു എന്ന് പൊതുസമൂഹം അറിയേണ്ടതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും ആ വിഷയം കൃത്യമായിട്ട് പറഞ്ഞത്. ഈ 5 വിഷയങ്ങളാണ്. പിന്നീട് നമുക്കറിയാം ഈ തരത്തിൽ കേരളത്തിൽ വളരെയധികം ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭത്തിൻ്റെ ആരംഭം കുറിച്ച് തന്നെ പന്തളത്താണ്. അതിൻ്റെ 6ാം വാർഷികമാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത്. അത് ആ ഒരു എനർജി ആക്ച്വലി നമ്മുടെ കേരള സമൂഹത്തെ മാത്രമല്ല ആഗോളതലത്തിൽ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഈ വിഷയത്തിലേക്ക് ആകർഷിക്കുന്നതിനും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും എത്രത്തോളം ഈ പ്രത്യേകിച്ച് അമ്മമാരുടെ ഉള്ളിൽ ആ വികാരം വ്രണപ്പെട്ടു എന്നും കാണിക്കുന്ന ഒന്നായിരുന്നു പന്തളത്ത് ഈ ഒക്ടോബർ 2-ാം തീയതി 2018 ഒക്ടോബർ 2-ാം തീയതി നടന്ന സംഭവം. അതൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. അതിന് തീർച്ചയായിട്ടും പ്രേരണ നൽകിയ പന്തളം കൊട്ടാരത്തിലെ ഭരണാധികാരികളെയും അവിടുത്തെ അംഗങ്ങളെയും എല്ലാം ഞാൻ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്നു. ഇന്നും ഞാൻ അവിടെ അത്തരത്തിലൊരു യോഗം നടന്നായിട്ട് കണ്ടു. വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ഹിന്ദു സമൂഹം മൊത്തം ഈ പന്തളം കൊട്ടാരത്തെ നമുക്കറിയാം അയ്യപ്പൻ്റെ കുടുംബമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് തുടർന്ന് അങ്ങോട്ട് പല പ്രക്ഷോഭങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ 6ാം വാർഷികം ആഘോഷിക്കുമ്പം നമുക്ക് കാണേണ്ടത് എത്തരത്തിലായിരുന്നു പ്രക്ഷോഭം എന്നുള്ളതും അതുപോലെ എവിടം വരെ ഇത് വ്യാപിച്ചു എത്തരത്തിലൊക്കെ ആയിരുന്നു നോക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. തുടക്കത്തിൽ നമ്മൾ കേരളത്തിലായിരുന്നു. ഈ ഒക്ടോബർ 8-ാം തീയതിയാണ് കർമ്മസമിതി രൂപീകരിക്കുന്നത്. നമ്മളെല്ലാ സംഘടനകളും അത് പരിവാർ മാത്രമല്ല കേരളത്തിലെ സാമുദായിക സംഘടന എല്ലാം ഒത്തുചേർന്ന് 170ഓളം സംഘടന ഒത്തുചേർന്നാണ് നമ്മൾ ഈ പ്രക്ഷോഭം നടത്തിയത്. അതെല്ലാവർക്കും ഒരേപോലെ പങ്കുണ്ട്. അതിലാർക്കും മേൽക്കൈയൊന്നും നമുക്ക് അവകാശപ്പെടാനില്ല. ഭക്തജന കൂട്ടായ്മയായിരുന്നു. അതിനുവേണ്ടി നമ്മൾ കൃത്യമായ ചില നടപടികൾ തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മുദ്രാവാക്യം പാടില്ല, ശരണം വിളി അല്ലാതെ മറ്റൊന്നും അവിടെ പാടില്ല എന്നും ഒരു കാവിക്കൊടി പോലും വേണ്ട എന്നും അതിലെ മറ്റു തരം തെറ്റിദ്ധാരിക്കുമെന്നും അത് നമുക്കിപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ട പഴയ ഫുട്ടേജൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാവും. അത്തരത്തിൽ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും എല്ലാം അതീതമായിട്ട് ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പലപ്പോഴും നമ്മൾ സംഘടിപ്പിച്ച യോഗങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും ഒക്കെ ഹിന്ദുക്കളോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരോ മാത്രമല്ല മറ്റു സമുദായങ്ങളൊക്കെ, കാരണം അവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമെന്ന് അന്ന് ചിന്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇത് കേരളത്തിലും അതിൻ്റെ പുറത്തേക്കും വ്യാപിക്കുകയും അങ്ങനെ നമ്മൾ ഓൾ ഇന്ത്യ ശബരിമല ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്ത് നമ്മൾ ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തുകയും പിന്നീട് ആഗോളതലത്തിൽ മറ്റുള്ള രാജ്യങ്ങളെല്ലാം അത് പടർന്നു പന്തലിക്കുകയും ഏതാണ്ട് 5 കോടിയിൽ പരങ്ങൾ ജനങ്ങൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് പങ്കെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അതിശക്തമായ പ്രക്ഷോഭം നേരത്തെ സുരേന്ദ്രൻജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലൊരു പ്രക്ഷോഭം കേരളം കണ്ടിട്ടോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യമാണ്. കാരണം ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ലീഗൽ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ഭരണഘടനയുമായിട്ട് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് മാത്രമല്ല ഇത് കേസിൻ്റെ ഭാഗമായിട്ട് വന്നൊരു വിധി എന്നുള്ളതുകൊണ്ട് ആ കേസും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ സമരത്തിൻ്റെ സംഘാടനത്തോടൊപ്പം തന്നെ നമ്മൾ കേസിൻ്റെ കാര്യം ശ്രദ്ധിച്ചു. നമ്മളതിനുവേണ്ടി ഭാരതത്തിൽ മൊത്തം സഞ്ചരിക്കുകയും അടുത്ത് വിവിധ കാര്യങ്ങളൊക്കെ കെടുക്കുകയും പണ്ഡിതൻ ഞാൻ പറയുമ്പോൾ വേദപണ്ഡിതന്മാർ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിലുള്ള പണ്ഡിതന്മാർ, സന്യാസി വര്യന്മാർ, അതേപോലെ തന്നെ സുപ്രീം കോടതിയിലും മറ്റ് കോടതികളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ ലീഗൽ എക്സ്പേർട്സുകൾ ഇത്തരത്തിലുള്ളവരെല്ലാവരും സമീപിക്കുകയും നമ്മൾ എറണാകുളം, ബാംഗ്ലൂർ, ഡൽഹി മുതലായ സ്ഥലങ്ങളിൽ സെമിനാർ 3 ദിവസത്തോളം നീണ്ടുനിന്ന സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അത്തരത്തിൽ ഒരുപാട് രേഖകൾ സമാഹരിക്കുകയും ചെയ്തു. തുടക്കത്തിൽ നമുക്കറിയാം ഈ വിധി വന്നതിനകത്ത് 2-3 വിഷയങ്ങൾ പ്രധാനമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടതെന്ന് കൃത്യമായ ഒരു പഠനത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞത് നമുക്ക് റെക്കോർഡ്സുകൾ പൊതുവെ കുറവായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. അതിന് തീർച്ചയായിട്ടും നമ്മൾ 2ാമത്തെ കേസ് വാദിക്കുന്ന സമയത്ത് നമ്മൾ ഈ റെക്കോർഡുകൾ ഹാജരാക്കി. അതായത് ഈ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ജഡ്ജ്മെൻറ്റ് നമുക്ക് മറ്റ് പല വിഷയങ്ങളോട് ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്നത് കാരണം ഈ അവസാനം കിട്ടിയ 5-അംഗ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് അതാണ് വിശാലമായ വിഷയം. അതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ കേസ് ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട 7 വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിവ്യൂ പെറ്റീഷൻ മാത്രമല്ല റിട്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു. കാരണം ഈ ഒറിജിനൽ കേസിൽ അല്ലെ പെറ്റീഷന് നമ്മൾ ഇംപ്ലീഡ് ചെയ്ത പലർക്കും വേണ്ട തരത്തിൽ കാര്യങ്ങൾ അവതരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തൊക്കെയാണോ വിട്ടുപോയത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്ചറൽ എവിഡൻസ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ റിട്ട് പെറ്റീഷൻ കൊടുത്തിരുന്നു. തീർച്ചയായിട്ടും ഈ അവസാനം കിട്ടിയ വിധിന്യായത്തിലെ 9 അക്കമിട്ട കാര്യങ്ങൾ അതിനകത്ത് പറയുന്നതിൽ 1-ാമത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നത്
ഇത് അപൂർവമാണ്. ഈ റിട്ട് പെറ്റീഷനിൽ നമ്മൾ കൊടുത്ത പല വിഷയങ്ങളും തീർച്ചയായിട്ടും കോടതി ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് റിവ്യൂ പെറ്റീഷനും ചരിത്രത്തിൽ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ ഓപ്പൺ കോടതിയിൽ കേൾക്കാൻ ഇടവന്നതെന്നും ഒന്നാം ഖണ്ഡിയിൽ പറയുന്നു. അവിടുന്ന് ഇങ്ങോട്ട് തീർച്ചയായിട്ടും നമ്മളുടെ അവകാശവാദങ്ങൾ അനുസരിച്ച്, കാരണം അത് തെളിയിക്കപ്പെട്ടതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് ഒരു ക്ഷേത്രത്തിൽ ഒതുങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ ഒതുങ്ങുന്നതോ അല്ല, വിശാലമായ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിശാല ബെഞ്ചിൻ്റെ മുന്നിലേക്ക് പോയിട്ട് ഒരു കാരണവശാലും ഇത്തരത്തിലൊരു സമൂഹത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിനെതിരായിട്ട് ഒരു സമൂഹത്തിനെതിരായിട്ട് ഒരു നടപടി വരാൻ പാടില്ല എന്നുള്ളത് തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വിശാലമായ ബെഞ്ചിന് പോകുന്നതും അതിൻ്റെ കേസ് മുന്നോട്ട് നടക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് സമയത്തും, ഒന്ന് പ്രക്ഷോഭ കാര്യത്തിലും ഒന്ന് നിയമപരമായ കാര്യത്തിലും പൂർണ്ണമായ വിജയം നമ്മൾ നേടിയെന്ന് തന്നെ പറയാം. അത് തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചു നിന്നൊരു ശക്തി കൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ കാണുന്നത് പിന്നീടുണ്ടായത് അവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു വിഷയമല്ല എന്നാണ് നമ്മുടെ ചർച്ച നയിക്കുന്ന ശ്രീ പ്രദീപ് പിള്ള തന്നെ പറയുന്നത്. വളരെ ശരിയാണ്, പല വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല. കാരണം വിരുദ്ധ ശക്തികൾ അന്ന് ചെയ്തത്, ഞാൻ ഒരു കാര്യം കൂടെ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിനൊരു ആഗോള തലത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന്. പലരും ചോദ്യം ചെയ്യാറുണ്ട് അത് ശരിയാണോ എന്നുള്ളത്. ശരിയാണെന്നുള്ളൊരു തെളിവ് ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഈ കേസ് നടക്കുന്ന സമയത്ത് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, കക്ഷികളായിട്ടുള്ള അല്ലെ കേസ് ഒറിജിനൽ പെറ്റീഷൻ ആയിട്ടുള്ള ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഭക്തി പർസീജ് അതിൻ്റെ സെക്രട്ടറി, അവർ സെക്രട്ടറി എന്ന നിലയിലും സ്വന്തം നിലയിലും കൂടാതെ മറ്റ് 3 സ്ത്രീകൾ എല്ലാം അഡ്വക്കേറ്റുമാരാണ്. പ്രേരണകുമാരി മറ്റ് 2 പേരുമാണ് കേസിലെ പെറ്റീഷണേഴ്സ് എങ്കിൽ ഈ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഈ പ്രേരണകുമാരി എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഈ അഡ്വക്കേറ്റ് പ്രേരണകുമാരിയുമായിട്ട് സംസാരിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊതുവെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശബരിമലയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ആചാര കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ കൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത് എന്ന് അവരെന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാനത് വിശദീകരിച്ച ശേഷം അവരെന്നോടൊരു കാര്യം പറഞ്ഞു, മിസ്റ്റർ കുമാർ, ഐ എം വെരി സോറി, ഐ നെവർ ന്യൂ ഓൾ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയുന്ന ആശയമാണ് ഇത് കറക്റ്റെങ്കിൽ അതിനോടൊപ്പം ഞാൻ നിൽക്കും, കേസിൽ നിന്ന് പിൻവാങ്ങും എന്ന് എനിക്ക് അന്ന് വാക്ക് തന്നിരുന്നു. അവരാ വാക്ക് പാലിച്ചു. നമ്മളൊക്കെ കണ്ടതാണ്. ഇന്നും അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കക്ഷികളായിട്ടുള്ള 5 വനിതകളിൽ 3 പേര്, 5 വനിതകളല്ല 4 വനിതകൾ, ഭക്തി പർസീജ അവർ സ്വന്തം നിലയിലും സെക്രട്ടറി എന്നുള്ള നിലയിലുമാണ്. അപ്പോൾ ഭക്തി പർസീജ ഒഴികെ ബാക്കി 3 വനിതകൾ ഈ സുപ്രീം കോടതി കേസ് നടക്കുമ്പോൾ പുറത്തേക്ക് വന്ന്, നമുക്കറിയാം ലോണിൽ പത്രക്കാരുടെ മുന്നിൽ വീഡിയോഗ്രാഫേഴ്സിൻ്റെ ക്യാമറാമാൻ്റെ മുമ്പിൽ വന്നിട്ട് അവർ പറഞ്ഞ കാര്യം ഇന്നും ഉണ്ട്, അതിലെല്ലാവരും ശ്രദ്ധിക്കണം. ഈ പ്രേരണകുമാരി മറ്റു 2 പേരും പറഞ്ഞ കാര്യം, ഈ കാര്യം ഞങ്ങൾ സ്റ്റഡി ചെയ്തു, ഞങ്ങളൊരു ചതിയിൽപ്പെട്ടു, ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലയുണ്ട്. അവർ പറഞ്ഞു ദർ ഇസ് എ കോൺസ്പിറസി ബിഹൈൻഡ് ദിസ് കേസ് എന്ന് പറഞ്ഞ് അവർ ഈ കേസിൽ നിന്ന് പിൻവാങ്ങിയ ഒരു കേസാണിത്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. 5 പെറ്റീഷണർമാരിൽ 3 പേരും പിൻവാങ്ങിയ കേസാണ്. പിന്നീട് മുന്നോട്ട് പോയിട്ടാണ് നമുക്കെതിരെ ഒരു വിധി വന്നത്. അപ്പോൾ പെറ്റീഷണേഴ്സ് തന്നെ പറഞ്ഞ കേസിൽ എങ്ങനെ ഈ വിധി വന്നു എന്നുള്ളത് ഇന്നും വളരെ സംശയമുള്ള കാര്യമാണ്. ഞാൻ തുറന്നു പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കണം, സമൂഹം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കോടതി വിധി മാനിക്കണമെന്ന് പലരും പറഞ്ഞെങ്കിലും ഈ വിരുദ്ധമായ കാര്യങ്ങൾ കോടതിയിൽ ഏത് തരത്തിലോ കടന്നുകൂടി, അത് നമ്മൾ അറിയേണ്ട വിഷയമാണ്. അപ്പോൾ ഒരു കോൺസ്പിറസി ഉണ്ടെന്നുള്ളത് പെറ്റീഷൻ കൊടുത്തവർ തന്നെ പറഞ്ഞ ഒരു കേസാണ്. ഇതും ചർച്ച ചെയ്യപ്പെടുന്നില്ല, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ദർ ഇസ് എ കോൺസ്പിറസി. ഇന്ന് കോൺസ്പിറസി ചർച്ച ചെയ്യുന്നില്ല, ഇന്ന് കോൺസ്പിറസിക്ക് അന്വേഷണം നടക്കുന്നില്ല. കോടതി അതിന് അന്വേഷണം നടത്താൻ ഉത്തരവിടേണ്ടതായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷം ഈ വിധിയിൽ തന്നെ ഇത്തരത്തിലുണ്ടായി, കോൺസ്പിറസിയെക്കുറിച്ച് അന്വേഷണം നടന്നില്ല, കൂടാതെ വിധി ഭക്തജനങ്ങൾ വിരുദ്ധമായി. പക്ഷേ ശക്തമായ ഭക്തജന പ്രതിഷേധത്തിനും നമ്മൾ കൊടുത്ത കേസിൻ്റെ വാദമുഖങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് വിജയം കിട്ടിയത്. എന്നും അത് സാധിക്കണം എന്നില്ല എപ്പോഴും. കാരണം ഇന്ന് നമുക്കറിയാം ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ ഏത് തരത്തിലേക്ക് മാറുന്നു. കാരണം വിരുദ്ധ ശക്തികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ഭരണത്തിൽ ഒരിക്കലും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ ബുദ്ധിമുട്ട്, ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടും വിദ്യാഭ്യാസത്തിൽ പിന്നോട്ട് പോകലും ആരോഗ്യപരമായ പ്രശ്നങ്ങളും മൂലം ഹിന്ദു വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം ഇനിയും ഹിന്ദുക്കൾക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ള സംശയമാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. കൂടാതെ മറ്റു വിഷയങ്ങൾ ശ്രീ പ്രദീപ് പിള്ളയോട് അവതരിപ്പിച്ച് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ശബരിമല പൊതുവെ നമുക്കറിയാം, അതിൽ മറഞ്ഞു കിടന്ന 2-3 വിഷയങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. ബാക്കി നമുക്കെല്ലാം അറിയാവുന്ന, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ശ്രീ കുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. 2 കാര്യങ്ങൾ. ഒന്ന്, പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി ശ്രീ നാരായണവർമ്മ ചേരുന്നുണ്ട് നമുക്കൊപ്പം. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് 6 വർഷം മുമ്പ് കണ്ടത്. ഒരു കൊട്ടാരം ഒരു ജനകീയ വിഷയത്തിൽ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നു. പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി പട നയിക്കാൻ എത്തുന്നു. ഒരിക്കൽ കൂടി പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ സെക്രട്ടറി നാരായണവർമ്മയും നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ നാരായണവർമ്മ, ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടക്കട്ടെ. ഒരു വാർത്ത പന്തളത്തു നിന്ന് വന്നിട്ടുണ്ട്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് ത്യാഗങ്ങൾ സഹിച്ച് മുൻപിൽ നിന്നത് ജനം TV എന്ന പന്തളം കൊട്ടാരം. അതെ, അന്നും ഇന്നും
എന്നും ഭക്തർക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം. സ്വാഗതം. അങ്ങേക്ക് പറയാനുള്ളത്? സ്വാമി ശരണം. ഇത് ഇന്ന് നമ്മൾ നമ്മുടെ ഐതിഹാസികമായ നാമദേവ യജ്ഞത്തിൻ്റെ 6ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇന്ന് പന്തളം കൊട്ടാരത്തിൻ്റെ തിരുമുറ്റത്ത് അന്ന് നാമജപ യാത്ര ഈ സുപ്രീം കോടതി വിധി വന്ന ശേഷം ആദ്യം സെപ്റ്റംബർ 29 2018 സെപ്റ്റംബർ 29 ഭക്തജനങ്ങൾ കൂടി തീരുമാനിച്ച് ഒരു നാമജപ യാത്ര, അത് നാമജപ ഇന്ന് ഒക്ടോബർ 2 പന്തളത്ത് നടത്തിയതിൻ്റെ ഒരു ഓർമ്മ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. ആ യോഗം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ജനം ടി വിയുമായിട്ട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ആചാര സംരക്ഷണത്തിന് വേണ്ടി അങ്ങേയറ്റം അതിന് മുന്നിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് ശബരിമലയിൽ നടന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ഭക്തജനങ്ങളെ കാണിച്ചുകൊണ്ടിരുന്ന ജനം ടി വിയാണ് സത്യത്തിൽ ഈ ഒരു പ്രക്ഷോഭം ലോകം മുഴുവൻ തന്നെ ഭക്തജനങ്ങളെ കാണിച്ചു കൊടുത്തിരുന്നത്. ശബരിമലയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അന്ന് നടത്തിയ ഈ പ്രക്ഷോഭങ്ങളിൽ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ ജനം ടി വിക്ക് കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹമാണ്. ഹൈന്ദവ സമാജത്തിൽ അന്ന് ഭിന്നമായിട്ട്, അതായത് പല തട്ടുകളായി കിടന്ന ഹൈന്ദവ ജനതയെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുമിപ്പിക്കാനും ഭഗവാൻ തന്നെ അന്ന് പന്തളത്തെത്തി നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ഭഗവാന്റെ പ്രതിസ്ഥാനീയരായ പന്തളം രാജകുടുംബവും അതുപോലെ അവിടുത്തെ ക്ഷേത്ര തന്ത്രിമാരും എല്ലാം ഭക്തജനങ്ങളോടൊപ്പം ഭഗവാന് വേണ്ടി മുന്നോട്ടിറങ്ങാൻ അവരെ ഇറക്കുവാനും എല്ലാം തന്നെ നമുക്ക് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ആ ഓർമ്മകൾ നമുക്ക് വേണ്ടി ജീവത്യാഗവും കഷ്ടപ്പാടും ധരിച്ച അനേകം അയ്യപ്പ വിശ്വാസികളുണ്ട്. അവരെ എല്ലാം ഇന്ന് നമ്മൾ സ്മരിക്കുകയാണ്. കാരണം ഈ ദിനത്തിൽ ഇപ്പോഴും നമ്മുടെ ആ ചുമതലകൾ പൂർണ്ണമായി തീർന്നിട്ടില്ല. സുപ്രീം കോടതി ഇപ്പോഴും വിശാല ബെഞ്ചിൽ ഈ കേസ് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ അടുത്തിടെ കൂടി പറഞ്ഞു, ശബരിമലയിലെ ഈ 2018 സെപ്റ്റംബർ 28 വിധി പൂർണ്ണമായും ശരിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതെന്ന് ഈ അടുത്തിടെ ഞാൻ ഒരു പത്രത്തിൽ വായിക്കുകയുണ്ടായി. ഇപ്പോഴും ആ പ്രസക്തി അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ഭക്തജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. പന്തളം കൊട്ടാരവും അതുപോലെ നമ്മൾ കൊട്ടാരവും രാജാവും ഒന്നും ഇല്ല, നമ്മളെല്ലാം ഭക്തജനങ്ങളോടൊപ്പമാണ്. എങ്കിലും ഭഗവാൻ നമുക്ക് തന്ന ആ ഒരു സൗഭാഗ്യം എന്നും ഭക്തരോടൊപ്പം ഭഗവാന്റെ ആ ആചാരങ്ങൾ സംരക്ഷിക്കുവാനാണ് നമ്മൾ എന്നും മുന്നോട്ട് നിൽക്കുന്നത്. അത് തീർച്ചയായും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ഭഗവാന്റെ ആചാരങ്ങൾക്ക് യാതൊരു ലോപവും ഉണ്ടാവുകയില്ല. മാത്രമല്ല ഇത് വളരെയധികം നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ക്ഷേത്ര വിശ്വാസികൾ വേണം ക്ഷേത്രം ഭരിക്കുവാൻ. അതിൻ്റെ പൂർണ്ണമായ ചുമതല ഭക്തജനങ്ങൾക്ക് വരണം. അതും കൂടി നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം വിശ്വാസികളാണ് ക്ഷേത്രങ്ങളെ നിലനിർത്തുന്നതും അത് ആ വിശ്വാസം രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് വിശ്വാസി സമൂഹം എല്ലാം തന്നെ നമ്മുടെ ഈ ക്ഷേത്രങ്ങളെ വിമുക്തമാക്കണം, രാഷ്ട്രീയ കയ്യിൽ നിന്ന് വിമുക്തമാക്കുവാനുള്ള ഒരു ശ്രമവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ശബരിമല വിഷയം അതിനൊരു തുടക്കം മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരുന്ന ഭാവിയിൽ എല്ലാ ക്ഷേത്രങ്ങളും നമ്മുടെ വിശ്വാസികളുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ പ്രാമുഖ്യത്തിലേക്ക് വരണം. ഒരിക്കലും ഇനിയൊരു ആചാരവിരുദ്ധമായ ഒരു നടപടികളും ആചാരാനുഷ്ഠാനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നടപടികളും ഉണ്ടാകാതിരിക്കട്ടെ. അതിന് ഭഗവാൻ അയ്യപ്പൻ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ശക്തമായ മഴയാണ്. നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് വളരെ വ്യക്തമായി കേൾക്കുന്നുണ്ട്. വളരെ കൃത്യവുമാണ് സന്ദേശം. വളരെ വ്യക്തം, വളരെ ശക്തം. ആദ്യം പറഞ്ഞതുപോലെ സൗമ്യഭാവേ മൃദുഭാവേ പറയാനുള്ള കാര്യങ്ങൾ അട്ടഹാസമില്ലാതെ ആക്രോശമില്ലാതെ അങ്ങ് പറഞ്ഞു. അത് വളരെയധികം ഊർജം നൽകുന്ന വാക്കുകളാണ് അങ്ങിപ്പോൾ പറഞ്ഞത്. വ്യക്തമായി തന്നെ കേട്ടു. മഴയാണെങ്കിലും ഇടിമുഴക്കം പോലെ തന്നെ അത് കേൾക്കേണ്ട കാതുകളിൽ എത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങയിലേക്ക് തിരികെ വരാം. ഒരിക്കൽ കൂടി സുരേന്ദ്രനിലേക്ക്. ഒന്ന്, ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന ഉപദേശക വൃന്ദത്തിനും നന്ദി പറയണം. ഹിന്ദു സമൂഹം എന്നും കടപ്പെട്ടിരിക്കുന്നു. ഉറങ്ങിക്കിടന്ന ഹിന്ദു, ഉറക്കം നടിച്ച ഹിന്ദു, ഇതൊന്നും നമ്മളെ ബാധിക്കില്ലെന്ന് ധരിച്ച ഹിന്ദു ഒക്കെ ഉണർന്നു. എന്ത് സംഭവിക്കാമെന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചന കൂടിയായി മാറിയില്ലേ ശ്രീ കെ സുരേന്ദ്രൻ?
അല്ല, തീർച്ചയായിട്ടും ശബരിമലയിലെ ആചാരങ്ങൾ തടസ്സപ്പെടുത്താൻ, അതിനെ തകർക്കാൻ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ സംസ്ഥാനത്ത് നടന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അത് അവസാനം മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. കാരണം ഒരു ആവശ്യവുമില്ലാതെ ഈ ഒരു കോടതി വിധിയുടെ മറവിൽ ശബരിമലയെ തെരഞ്ഞുപിടിച്ച് അവിടേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പോലീസിൻ്റെ സഹായത്തോടുകൂടി ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗൂഢാലോചന സർക്കാർ നടത്തി. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ പിണറായി വിജയൻ സർക്കാർ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, അതിനുശേഷം ആ ഒരു ശബരിമല തകർക്കാൻ ഒരു ശ്രമം അദ്ദേഹം നടത്തിയതിന് ശേഷം കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ശരിയായി വിലയിരുത്തിയാൽ ഇത് അവസാനിക്കാൻ പോവുകയാണ്. കാരണം ഒരുപക്ഷെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചതിനേക്കാൾ കൂടിയ പരിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അത് വളരെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായി തുടർഭരണം അവർക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ പ്രത്യയശാസ്ത്രപരമായി അവരുടെ ആശയങ്ങളോടുള്ള ജനങ്ങളുടെ നിലപാട്, ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഒരു പ്രസക്തിയെ സംബന്ധിച്ചുള്ള വലിയ ചോദ്യങ്ങൾ, ആ പ്രസ്ഥാനം പണ്ടുകാലത്ത് മുന്നോട്ട് വെച്ച പാവപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു തകർച്ചയിലേക്ക്, അവരുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിന് ഏറ്റവും ഒരു കാരണമായി നിന്ന ഒരു സംഭവമാണ്. ചരിത്രത്തിൽ ഒരു ശബരിമലയ്ക്ക് പ്രക്ഷോഭത്തിന് മുമ്പും ശബരിമല പ്രക്ഷോഭത്തിന് ശേഷവും പൊളിറ്റിക്കൽ പാർട്ടികളുടെ വിശദമായിട്ട് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾക്കെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശയപരമായിട്ടുള്ള ഒരു തകർച്ച, അത് വൈകാതെ കേരളത്തിലെ പൂർണ്ണമായിട്ടും അത് ഈ ഒരു പ്രസ്ഥാനം തന്നെ നിഷ്കാസിതമാവുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കണം. മറ്റൊരു കാര്യം ഇതിൽ പ്രധാനമായിട്ടും ശബരിമല ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഏതറ്റം വരെ, ഏത് ലെവൽ വരെ വിശ്വാസം, അതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ, ഈ വിഷയങ്ങളിൽ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഏതറ്റം വരെ ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും പോകാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ ശബരിമല കേസ്. ഇവിടെ SR കുമാർജി ഇവിടെ പറഞ്ഞു, ഈ കേസിൻ്റെ വിധി ഇപ്പോൾ അസാധാരണമായ നിലയിലാണ് ഇതിൻ്റെ റിവ്യൂ പെറ്റീഷൻ ഭരണഘടനയുടെ ഫുൾ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ വിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ ഭാരതത്തിലെയും ലോകത്തിലെയും ജനങ്ങൾക്ക് ശരിയായൊരു വെളിച്ചം നൽകുന്ന തരത്തിലേക്ക് ഒരു തലനാരിഴ കീറി പരിശോധിച്ച് എവിടെ വരെ ജുഡീഷ്യറിക്ക് പോകാൻ പറ്റും, എവിടെ വരെ എക്സിക്യൂട്ടീവിന് പോകാൻ പറ്റും, ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാവുന്ന ഒരു കൃത്യത ഈ ഒരു കോടതി വിധിയോടുകൂടി ഇതിൻ്റെ ഒരു റിവ്യൂ പെറ്റീഷൻ അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം നമ്മുടെ നാട്ടിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും ഒരു മതാധിഷ്ഠിത രാജ്യമായിട്ട് ഭാരതം പ്രവർത്തിച്ചിട്ടില്ല. വളരെ അപൂർവം ചില സന്ദർഭങ്ങൾ ഒഴിച്ചാലെല്ലാം നമ്മളുടെ രാജനീതിക്ക്, നമ്മുടെ ഭരണകൂടങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ചില അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരുന്നത്. 5000-6000 വർഷത്തെ ചരിത്രം നോക്കിയാൽ നമ്മുടെ രാജനീതി, നമ്മുടെ രാജധർമ്മം പോയിരുന്നത് ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ. അതിൽ നിന്ന് കോട്ടം സംഭവിച്ച ഘട്ടത്തിലാണ് ഇതെല്ലാം ഉയർന്നു വന്നത്. അതിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമങ്ങൾ രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഭാഗ്യവശാൽ മോദി സർക്കാർ അധികാരത്തിലിരിക്കുന്ന ഒരു കാലമാണ് ഇത്. പിന്നെ സുപ്രീം കോടതിയിലും വന്നിരിക്കുന്നത് എന്നുള്ളത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനൊക്കെ ഒരു കല്ലും നെല്ലും തിരിച്ചറിയാനുള്ള ഒരു അവസരം ശബരിമല പ്രക്ഷോഭവും ശബരിമലയിലെ സംഭവ വികാസങ്ങളും എല്ലാത്തിലും നല്ലതിനെയും തിന്മയെയും തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വഴിത്തിരിവായിട്ട് അത് മാറിയിട്ടുണ്ട്. ശരി, വളരെയധികം കൃത്യമാണ്. ശ്രീ കുമാർ, കോടതി വിധി, നീതി, ന്യായം, മുന്നിൽ വരുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ, അവിടെ തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നിരത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനം, അത് വലിയ ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഈ വിധി നടപ്പാക്കാൻ ധൃതി കാണിച്ച തിടുക്കം കൂട്ടി ഒരു ഡെഡ് ലൈനൊന്നും വച്ചിരുന്നില്ല എന്ന് ഓർക്കണം. ഇത്ര ദിവസത്തിനകം അവിടെ യുവതീ പ്രവേശനം നടത്തി അതിൻ്റെ ചിത്രവും ദൃശ്യങ്ങളും തെളിവും ഹാജരാക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരുന്നില്ല. സുപ്രീം കോടതി വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന്, ഡിസ്പാഷനേറ്റ് ആയിട്ട് ഒരു വിധി പറഞ്ഞു. തെറ്റും ശരിയും അവിടെ നിൽക്കട്ടെ, സുപ്രീം കോടതിക്ക് തന്നെ ചില കാര്യങ്ങൾ പിന്നെ ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ധൃതി കാട്ടിയ സർക്കാരിന് മുന്നിൽ മറ്റൊരു വിധി ഇപ്പോഴും ഇങ്ങനെ തൂങ്ങുന്നുണ്ട്, സഭാതർക്കത്തിലെ വിധി.
ആ വിധി ന്യായമാണെന്നും ഞാൻ വാദിക്കുന്നില്ല. അതിന് യോഗ്യതയുള്ളവർ ആധികാരികമായി പറയട്ടെ. പക്ഷേ രണ്ട് വശം, ഒന്ന് ആ വിധി നടപ്പാക്കിയോ, രണ്ട് ആ വിധിയിൽ നീതിയും ന്യായവും ഉണ്ടോ? വർഷങ്ങളായി കെട്ടിപ്പടുത്ത പള്ളികൾ മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കണമെന്നാണ് യാക്കോബായ വിഭാഗത്തോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചർച്ച വഴിതിരിച്ച് വിടുന്നില്ല. പക്ഷേ അങ്ങയോടൊരു ചോദ്യം ശ്രീകുമാർ, അങ്ങൊരു കേസ് കൊടുത്തിട്ട് ഇപ്പോൾ കാലം കുറയായി. ഹലാൽ ശർക്കര ശബരിമലയിൽ ഉപയോഗിച്ചു, അതിൻ്റെ തെളിവുകൾ ഹാജരാക്കി. ആ കേസിൻ്റെ അവസ്ഥ എന്തായി എന്ന് ഈ സമയത്ത് ഒന്നറിഞ്ഞാൽ കൊള്ളാം. അവിടെ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൻ്റെ അതിൻ്റെ ആർഗ്യുമെൻസിൻ്റെ വിചാരണ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ, അവിടെ ലഭിക്കുന്ന തെളിവുകൾ, അല്ലെങ്കിൽ അവിടെ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ, അത് ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ ഇത് കേട്ട് തീരുമാനമെടുക്കുന്ന ന്യായാധിപന്മാർ ഇത്തരം വിഷയങ്ങളിൽ, ആധ്യാത്മിക വിഷയങ്ങളിൽ, ക്ഷേത്രാചാരങ്ങളുടെ വിഷയങ്ങളിൽ, അതായത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഹിന്ദുക്കളെന്നല്ല ഏത് മതസ്ഥരും വിശ്വസിച്ചു വരുന്ന ചില ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തി അതിനൊരു തർക്കം വന്നാൽ അത് പരിഹരിക്കാനുള്ള ജ്ഞാനം ഈ ന്യായാധിപന്മാർക്കുണ്ടോ എന്ന് നമ്മൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു ഈ ന്യായാധിപന്മാർ ഭാരതത്തിൻ്റെ ഭരണഘടന തുടങ്ങി എല്ലാവിധ നീതിന്യായങ്ങളെക്കുറിച്ചും പൂർണ്ണമായ ധാരണയും അതിൽ അഗാധ പാണ്ഡിത്യമുള്ളവർ തന്നെയാണ് എന്ന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു വിഷയം, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം തന്നെ ഇന്ന് നിഷേധിക്കപ്പെടുന്നു പല കോടതി വിധികളിലൂടെയും. രണ്ടാമത് ഇത്തരം വിഷയങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ത്രീ പ്രവേശം ഒരു ക്ഷേത്രത്തിലേക്കല്ല, ആ ശ്രീകോവിലേക്ക് ഒരു സ്ത്രീ പ്രവേശിക്കുകയും ആ വിഗ്രഹത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്നത് തെറ്റല്ല എന്ന് വരെ ചിന്തിക്കുന്ന ആളുകൾ ഇന്നുണ്ട്. കൂടാതെ നേരത്തെ ശ്രീ നാരായണവർമാജിയുടെ സൂചിപ്പിച്ചതുപോലെ ഏതാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ, ഏതോ ഒരു ഇതിൽപ്പെട്ട ഒരു ബഹുമാന്യ ജഡ്ജി പറഞ്ഞ കാര്യം, അതായത് അത് ശരിയാണ്. അതുതന്നെ അത്തരത്തിൽ കോടതി വിധി വന്നതിന് ശേഷം അത് മറ്റൊരു തലത്തിലേക്ക് ഈ വിചാരണയും അതിൻ്റെ കേസും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നത് തന്നെ ഒരിക്കലും ശരിയല്ല. അതാരും ആയിക്കോട്ടെ, ഏത് ജഡ്ജിയും ആയിക്കോട്ടെ, അത് തന്നെ തെറ്റാണ്. അതായത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇവരുടെ ഉള്ളിലെ ആശയങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ബഹുസമൂഹം ഭരണഘടനയൊക്കെ നിർമ്മിക്കുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഇത്തരം ഭരണഘടനയിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം. ഞാൻ അതിലേക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇതേ ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ച ആശയം ഈ റിട്ട് പെറ്റീഷനിൽ. അത് കോടതി അംഗീകരിച്ചു. ആ റിട്ട് പെറ്റീഷനിലെ വിധി, റിട്ട് പെറ്റീഷൻ്റെ അല്ലെ രണ്ടും കൂടെ ചേർന്നുള്ള 9 അംഗ ബെഞ്ചിലേക്ക് വിട്ട വിധിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 9 കാര്യങ്ങളിൽ ആദ്യം റിട്ട് പെറ്റീഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് വിശാല ബെഞ്ചിലേക്ക് പോയെന്ന കാര്യം സൂചിപ്പിച്ചു. പിന്നീടുള്ള പല വാദങ്ങളും ഞാനീ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അതിൽ ഈ പറഞ്ഞ കാര്യം, അതായത് ഈ ന്യായാധിപന്മാർ ഇത്തരം വിഷയങ്ങളിൽ ഈ ക്ഷേത്ര ആചാരങ്ങളല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ ആചാരങ്ങളായാലും ശരി അതിൽ പാണ്ഡിത്യമുള്ളവരാണോ, അത്തരത്തിലുള്ള വിഷയം കൈകാര്യം ചെയ്യാൻ കേരള കോടതികൾ പ്രാപ്തമാണോ എന്നുള്ള വിഷയം നമ്മൾ ഉന്നയിച്ചു. അത് 9 അംഗ ബെഞ്ചിന് അവർ നിർദ്ദേശിക്കപ്പെട്ട റെഫർ ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഒന്നാണെന്നുകൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ സംസ്കാരം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട മാറ്റങ്ങൾ ഭരണഘടനയിൽ വേണമെങ്കിൽ ചെയ്യണം. മൂന്നാമത് ഞാനൊരു പറയാൻ കാര്യമുണ്ട്. നമ്മളൊരു ഈ ഒരു ആർഗ്യുമെൻ്റ് പുറകിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ സാധുതയെ തന്നെ നമ്മളവിടെ ചോദ്യം ചെയ്തിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ 1950 ഭരണഘടന നിലവിൽ വന്നു, നമുക്കറിയാം. അന്നാണ് ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ ആവശ്യകത. അതായത് വളരെ വിശാലവും ദീർഘവീക്ഷണവുമുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് തീരുമാനിക്കാനായിട്ട് ഒരു ബെഞ്ചോ 2 ബെഞ്ചോ പോരാ, ആ ഭൂരിപക്ഷം ബെഞ്ച് ഒന്നിച്ചു ചേർന്നുകൊണ്ട് വേണം അത് കൈകാര്യം ചെയ്യാന്നുള്ളത് കൊണ്ടാണ് അന്ന് ആകെ 7 പേരാണ് സുപ്രീം കോടതിയിൽ 1950 ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ 5 പേര് ബഹുഭൂരിപക്ഷം ആളുകൾ ഉൾക്കൊള്ളിച്ചാണ് ഭരണഘടനാ ബെഞ്ച് രൂപീകൃതമാകുന്നത്. അന്ന് 5 ആണെങ്കിൽ ഇന്നും 5 ആണ്. പക്ഷേ ഇന്ന് 33-ൽ പരം ജഡ്ജിമാരോടുള്ളപ്പം എങ്ങനെയാണ് ഈ ഇത്തരം വിഷയങ്ങളിൽ 5 പേർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നും വിഷയം നമ്മൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും ഇത് 9 അംഗ ബെഞ്ചിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നത്, കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നു അല്ലെ ഭരണഘടനയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഇതിന് തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള ബാധ്യസ്ഥനാണ് ബഹുസമൂഹം, നമ്മളെല്ലാം. അത് നമുക്കറിയാം. പല കാര്യങ്ങളും നമ്മൾ ഇന്ന് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മോഡി സർക്കാർ. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ക്ഷേത്രാചാരങ്ങളെയും മറ്റും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ എവിടെയൊക്കെയുണ്ടോ അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട്, അത് ഞാൻ പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമല്ല,
സമസ്ത എല്ലാ വിഭാഗം ആളുകളും, ബുദ്ധരായാലും ജൈനരായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അവരുടെ ആരാധനാക്രമങ്ങളൊക്കെ നിലനിൽക്കണം, അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാവണം, അത് മറ്റുള്ള മതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടാകരുത് എന്നാണ്. അപ്പോൾ ഇതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇനിയും അങ്ങ് ചോദിച്ച ചോദ്യം, ഈ ശബരിമലയിലെ ഹലാലിൻ്റെ വിഷയത്തിൽ ഞാൻ കേസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട്, ഞാൻ പെറ്റീഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് പരിമിതികളുണ്ട്. കാരണം ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നാൽ കോടതി അലക്ഷ്യത്തിന് ബാധ്യസ്ഥനാവും. പക്ഷേ ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഈ അവസാനം പറഞ്ഞ് നിർത്തിയ കാര്യം, അതായത് മതങ്ങൾ അതിൻ്റെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുമ്പോഴും മറ്റ് മതങ്ങളുടെ അനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു കയറാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അത്തരത്തിലെങ്കിലും ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ ഇന്ത്യൻ പീനൽ കോഡ് ആക്ടിൽ തന്നെ അന്നത്തെ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ നടന്ന സംഭവത്തിന് സമയത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അതിലെ സെക്ഷൻ 295 295 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത്തരത്തിൽ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് മറ്റൊരു മതത്തിൻ്റെ ഒരു ചിഹ്നം പോലും, അവിടെ ഏത് വസ്തു എന്നുള്ളതല്ല, ഒരു മതചിഹ്നം പോലും വരാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുമ്പോഴാണ് ഈ ശബരിമലയിലെ ഹലാൽ സർക്കാർ വരുന്നത്. അപ്പോൾ അതിനെനിക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, പല വിഷയങ്ങളിലും ഈ വേണ്ട തരത്തിൽ സമൂഹം ഏറ്റെടുക്കുന്നില്ല എന്ന് എനിക്ക് വളരെ അപേക്ഷയാണ്. കാരണം ഈ വിഷയത്തിലും വേണ്ട ഗൗരവത്തോടെ നമ്മുടെ സമൂഹം കണ്ടോ എന്ന് ഇന്നും എനിക്ക് സംശയമാണ്. എന്തായാലും ആ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോകാൻ സാധിക്കില്ലെങ്കിലും, ആ കേസ് 3 വർഷം മുമ്പ് കൊടുത്തതാണ്. ഈ പറഞ്ഞ വിഷയം, അത് ഹലാൽ ശർക്കര ശബരിമലയിൽ എത്തുകയും അതൊരു ചാക്കിൻ്റെ പുറത്ത് ഹലാൽ എന്നുള്ള മുദ്രയോടുകൂടിയാണ് എത്തിയതെന്നും അതവിടെ കേടായി ഭക്ഷ്യയോഗ്യമല്ലാതെ പുഴുവരിച്ചുവെന്നും, ഈ പുഴുവരിച്ച വസ്തു ഈ കേരളത്തിൻ്റെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റുകാർ പരിശോധിച്ച്, ലബോറട്ടറി പരിശോധിച്ച് ഭക്ഷ്യയോഗ്യമല്ലെന്ന് കാണുകയും ആ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ ഒരു കാരണവശാലും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അത് നശിപ്പിക്കണമെന്ന് നിയമമുള്ളപ്പം അത് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുകയും ദേവസ്വം ബോർഡ് അത് ലേലം ചെയ്ത് വിൽക്കുകയും, ഈ ലേലം ചെയ്ത് ഇത് ഭക്ഷ്യവസ്തുക്കൾ മറ്റുള്ള ഉപയോഗത്തിലേക്ക് കടക്കും, അത് അപകടം ഉണ്ടാക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നിർത്തണം എന്ന് ഹലാലിൻ്റെ ഈ എതിരെ നമ്മൾ കൊടുത്ത പെറ്റീഷനിൽ ഉടനടി അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും കോടതി അത് ചെയ്തില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ശർക്കര പുറത്തേക്ക് പോയി. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് തുടക്കത്തിൽ ഈ പെറ്റീഷൻ്റെ ഇത് ശബരിമലയെ താർക്കാൻ വേണ്ടിയിട്ടുള്ള പെറ്റീഷനാണ്, അത് ഗൂഢാലോചനയാണെന്ന് പറയും. അതേ സ്റ്റേറ്റ്മെൻറ്റ് താഴെ വശം അവർ പറയുന്നുണ്ട് ഇങ്ങനെ ശർക്കര വന്ന കാര്യം. അതായത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ സർക്കാരും ദേവസ്വം ബോർഡും പ്രവർത്തിക്കുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. എങ്ങനെയാണ് ഹലാൽ ശർക്കര അവിടെ എത്താൻ സാധിച്ചത്? എങ്ങനെയാണ് കേടായ ശർക്കര അത് പുഴുവരിക്കുന്നു, ഉപയോഗശൂന്യമാണെന്നും റിപ്പോർട്ടോടുകൂടിയുള്ള ശർക്കര എങ്ങനെയാണ് ഒരാൾക്ക് ലേലം ചെയ്യാൻ കൊടുക്കുക? ഇത് നമ്മൾ ചോദ്യം ചെയ്യപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മറുപടി, ഇത് ഭക്ഷ്യയോഗ്യമല്ലാത്തതുകൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കാനല്ല, കാറ്റിൽ ഫീഡിന് മൃഗങ്ങൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നോ. അപ്പം നമ്മുടെ ആർഗ്യുമെൻ്റ് മൃഗങ്ങൾക്കും ഒരിക്കലും ഭക്ഷ്യയോഗ്യമല്ലത്, അവരുടെ ആർഗ്യുമെൻ്റ് അതായിരുന്നു. പക്ഷെ നമ്മളത് കണ്ടുപിടിച്ചു, ഇത് എത്തിച്ചേർന്നത് അല്ലെങ്കിൽ ലേലത്തിൽ പിടിച്ച ആളിന് ഒരു കാരണവശാലും ഈ കാറ്റിൽ ഫീഡ് നിർമ്മിക്കുന്നതായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇത് ഇന്ന് സമൂഹത്തിനിടയ്ക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം തിരുപ്പതിയിൽ നമ്മൾ ഈ ലഡ്ഡു വിതരണം ചെയ്തു, ഈ പറഞ്ഞ ബീഫിൻ്റെ മാംസക്കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുള്ള പ്രസാദം വിതരണം ചെയ്ത് ഭക്ഷണം നടത്തിയ പോലെ ശബരിമലയിലെ ഈ പുഴുവരിച്ച ശർക്കര എവിടൊക്കെ എത്തിയെന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇത് കോടതിയും തടഞ്ഞില്ല എന്ന് ഞാൻ വളരെ ബഹുമാനപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ, അതായത് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം ഏൽക്കുന്ന ധാരാളം പരിക്കുകൾ, ആഘാതങ്ങൾ നിരന്തരം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മൾ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കാലാകാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ തുടർന്നു വരുമ്പം അതിന് തടയിടാനുള്ള നിയമങ്ങളും, അതെങ്കിലും നമ്മൾ കൊടുത്ത കേസിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർക്കഥയോളം ഇന്ന് തിരുപ്പതിയിൽ സംഭവിച്ച പോലെ സംഭവിക്കുകയാണ്. എത്രയോ ക്ഷേത്രങ്ങൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. അതായത് ഹീനമായൊരു പ്രവൃത്തി ഒരു മതത്തിനോട് ചെയ്യുമ്പം, അവരുടെ മതവികാരം ഇളക്കിക്കൊണ്ട് വ്രണപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പം യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ തിരിച്ച് മറ്റ് മതങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇത് ഹിന്ദു സമൂഹം തിരിച്ചറിയണം. വേണ്ടി വന്നാൽ അതിന് നിയമം നിർമ്മിക്കേണ്ടതായിട്ട് വരും. സമൂഹം ഉണരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് അവസാനം പറയാനുള്ള ഉത്തരം, ഇന്നും അതിന് തീരുമാനമായിട്ടില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർമ്മിച്ച കമ്പനി ഉൾപ്പെടെ ഇത് പുറത്തേക്ക് കയറ്റിയേക്കുള്ള പാക്കറ്റിലാണ് ഞങ്ങൾ അബദ്ധത്തിൽ കയറ്റിയേക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അബദ്ധം പറ്റുന്ന സ്ഥലമാണോ? ഇതെങ്ങനെയാണ് ശബരിമല സംഭവിക്കുക? ദേവസ്വം ബോർഡിൻ്റെ കൊട്ടേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊരു സ്പെസിഫിക്കേഷൻ വഴിയാണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സപ്ലൈ ചെയ്യേണ്ട കാര്യം. ഈ ഭാരതത്തിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത ഈ പറഞ്ഞ ഹലാൽ മാർക്കോട് മുദ്രയോടുകൂടി വരുന്ന ശർക്കര എങ്ങനെ പ്രവേശിപ്പിച്ചു? എങ്ങനെ പമ്പയിൽ നിന്നാകും മേളിലോട്ട് കയറ്റി? എങ്ങനെ അവിടെ ശർക്കര ഉപയോഗിച്ചു? നൈവേദ്യത്തിനും മറ്റ് പ്രസാദത്തിനുമായിട്ട് എങ്ങനെ ഉപയോഗിച്ചു? ഇത് കേടായ ശർക്കര അവർ എന്തുകൊണ്ട് കുഴിച്ചു മൂടിയില്ല? അല്ലെങ്കിൽ അത് മറ്റു തരത്തിൽ അത് ഉപയോഗശൂന്യമാക്കാനുള്ള മറ്റൊരാൾക്ക് എത്താതിരിക്കാനുള്ള നടപടി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് ലേലം ചെയ്തു? ഇത്തരം 100,000 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഇത് ജനസമൂഹം, ഞാൻ പറയുന്നത്
നമ്മൾ ശബരിമല പ്രക്ഷോഭം നമുക്കറിയാം. 2018 ഈ കേസിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്കുണ്ടായ ഒരു തിരിച്ചടി. അതിന് പകരം നമ്മൾ ശക്തമായ പ്രക്ഷോഭത്തിലൂടെയും കോടതിയിൽ നമ്മൾ കാര്യങ്ങൾ കേസ് വാദിച്ചതോടുകൂടിയാണ് പരിഹാരം ഉണ്ടായെങ്കിൽ അടിക്കടി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉണർന്നിരിക്കണം. ഈ ശബരിമല വിഷയം തീർന്നതുകൊണ്ട് അവിടെ തീരുന്നില്ല. മറ്റ് ധാരാളം വിഷയങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ പ്രധാന വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത്തരത്തിൽ ഹിന്ദു സമൂഹത്തിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവണത കുറഞ്ഞ പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികൾക്കുണ്ട്. അതറിയാത്ത വിഷയമല്ല. ഇന്ന് ലോകം അനുഭവിക്കുന്ന, നമുക്കറിയാം ഇസ്രയേലിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന് അതിലേക്ക് ഞാൻ കടക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ സൂചനകളുണ്ട്. എന്താണ് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബ്രിട്ടനിലും ജർമ്മനിയിലും ഒക്കെ ഒരു പക്ഷേ അമേരിക്കയിലും കടന്നു കയറിയിരിക്കുന്ന വിഷയം. അതായത് ആഗോള തീവ്രവാദത്തിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സർക്കാരുകൾ അന്വേഷിക്കണം. അതുപോലെ കോടതികളും അതിന് വേണ്ട നിർദ്ദേശം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല കേസ് 2018 കേസിൽ വാദം നടക്കുമ്പോൾ പെറ്റീഷനേഴ്സുള്ള 3 പേര് കോടതിക്ക് പുറത്തു വന്ന് ഞങ്ങൾ കേസിൽ നിന്ന് പിൻവാങ്ങുന്നു, ഞങ്ങൾ ചതിക്കപ്പെട്ടു, ഞങ്ങളിത് അറിയാതാണ് ഈ നൗഷാദ് പ്രസിഡന്റ് പറഞ്ഞിട്ട് ഈ കേസിൽ കുമാർജി അങ്ങയിലേക്ക് മടങ്ങി വരാം. ഒന്നുകൂടാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. കാര്യം 12:58 ആയി. നമുക്ക് ഈ ചർച്ച തുടരണം. കാര്യം ഇതൊരു പ്രത്യേക ദിവസമാണ്. ഇന്ന് മാമൂലുകൾക്ക് ഇടമില്ല, അർത്ഥമില്ലാത്ത നിയമങ്ങൾക്കും ഇടമില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. മറ്റൊന്ന് ശ്രീ വത്സൻ തില്ലങ്കേരി ചേരുന്നുണ്ട് നമുക്കൊപ്പം. പ്രേക്ഷകരോടായി 1 മണിക്ക് സാധാരണ നിങ്ങൾ കാത്തിരുന്നു കാണുന്ന റൗണ്ട് അപ്പ് ബുള്ളറ്റിൻ ഇന്ന് 1:30 ക്ഷമിക്കണം, സഹകരിക്കണം. കാരണം ഈ ചർച്ച ഒരല്പം കൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തില്ല. ഈ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് ത്യാഗം സഹിച്ചതും നമ്മുടെ ജനം TV തന്നെയാണ്. അത് പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല. അത് അന്നത്തെ റിപ്പോർട്ടർ അവരെ നമ്മൾ ഒരു പൊൻമോതിരം അണിയിച്ച് തന്നെ അത് സ്വീകരിക്കുകയുണ്ടായി. എല്ലാം ഭഗവാന്റെ നിയോഗം പോലെ ഭംഗിയായി തീരും എന്ന് തന്നെയാണ് വിശ്വാസം. സ്വാമി ശരണം. ആ വാക്കുകളിൽ എല്ലാം ഉണ്ട്. സ്വാഗതം ശ്രീ വത്സൻ തില്ലങ്കേരി. ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിവസം. മറന്നുപോയവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, മറന്നുവെന്ന് നടിക്കുന്നവരെ നമ്മൾ മറന്നിട്ടില്ല എന്നൊന്ന് ഉറക്കെ ധരിപ്പിക്കാൻ, വെല്ലുവിളികൾ തീർന്നിട്ടില്ല എന്ന് ഹിന്ദു സമൂഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, അന്നത്തെ ഓർമ്മകളിലേക്ക് വേഗം ഞാൻ ചോദ്യം നീട്ടുന്നില്ല. ശ്രീ വത്സൻ തില്ലങ്കേരി, സ്വാഗതം. 2018 സുപ്രീം കോടതി വിധി, ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുവാദം നൽകിക്കൊണ്ടുള്ള വിധി വന്നതിന് ശേഷം സ്തംഭിച്ചുപോയ ലോകത്തെമ്പാടുമുള്ള സനാതന ധർമ്മവിശ്വാസികൾക്ക്, അയ്യപ്പ ധർമ്മവിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകിയ, പ്രചോദനമേകിയ ഒരു വലിയ ഭക്തജന മുന്നേറ്റമായിരുന്നു ഒക്ടോബർ മാസം 2-ാം തീയതി ഇന്നത്തെ ദിവസം പന്തളത്ത് നടന്ന നാമജപ ഘോഷയാത്ര. ഹിന്ദുക്കൾക്ക് നേരെ, വിശ്വാസികൾക്ക് നേരെ എന്തുമാകാമെന്ന ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിന് കേരളത്തിലെ ഹിന്ദു സമൂഹം നൽകിയ തിരുത്തായിരുന്നു. ആ തിരുത്തിൻ്റെ തുടക്കമായിരുന്നു പന്തളത്ത് നടന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ, വീടുകളിൽ നിന്ന് ഇറങ്ങിയ 10,000-കണക്കിന് അമ്മമാർ, എല്ലാ വ്യത്യാസങ്ങൾക്കുപരിയായി അയ്യപ്പൻ്റെ പേരിൽ, അയ്യപ്പൻ്റെ ജന്മഭൂമിയിൽ ഒരുമിച്ച് കൂടി ആ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ തളർന്നു കിടന്ന പാർത്ഥന് ഭഗവാന്റെ ഗീതോപദേശം എങ്ങനെയാണോ മൃതസഞ്ജീവനെ പോലെ പ്രചോദനാത്മകമായത്, ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് ആവേശവും പ്രതീക്ഷയും പ്രത്യാശയും നൽകിയതായിരുന്നു ഈ നാമജപ ഘോഷയാത്ര നൽകിയ ഊർജം. അതിൻ്റെ വാർഷിക ദിനത്തിൽ ഇത്തരം ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. തീർച്ചയായും കേരളത്തിലെ ഭരണക്കാർക്ക്, സർക്കാരിനെ നയിക്കുന്നവർക്കൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു അതുവരെ. സംഘടിത മതങ്ങൾക്ക് മാത്രമേ ഇവിടെ, അവരുടെ ശബ്ദത്തിന് മാത്രമേ വിലയുള്ളൂ. സെമിറ്റിക് മതത്തിൻ്റെയും സംഘടിത മതത്തിൻ്റെയും ഭീഷണിക്ക് മുമ്പിൽ മാത്രമേ തങ്ങൾ കീഴടങ്ങേണ്ടതുള്ളൂ എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ഹിന്ദുവിനെയാണെങ്കിൽ ആർക്കും എന്തും ചെയ്യാം, എന്താക്ഷേപിക്കാം എന്നായിരുന്നു ചിന്ത. പക്ഷേ അങ്ങനെയല്ലെന്ന് കേരളത്തിലെ ഭരണകൂടത്തിന്, വിശേഷിച്ച് അവിശ്വാസികളായ, അധർമ്മികളായ മാർക്സിസ്റ്റ് നരാധവന്മാർ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഭരണകൂടത്തിന് കാണിച്ചു കൊടുത്ത ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭം. അതിൽ അതുവരെയുള്ള ഒരു ഹിന്ദുവിനെയല്ല, ഹിന്ദുവിൻ്റെ മുഖമല്ല, ഹിന്ദുവിൻ്റെ പോരാട്ട വീര്യമല്ല, ഹിന്ദുവിൻ്റെ ഐക്യമല്ല ആ നാളുകളിൽ ലോകം ദർശിച്ചത്. നിശ്ചയമായും ആ ഊർജപ്രവാഹം, ആ ഐക്യം അതുണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു ദൃശ്യമാധ്യമം എന്നുള്ള നിലയിൽ
അനിതര സാധാരണമായ അവിശ്വസനീയമായ പങ്കാണ്, നേതൃത്വമാണ് ജനൻ ടി വി ഭക്തർക്കൊപ്പം എന്ന പ്രഖ്യാപനവുമായി നിർവഹിച്ചത് എന്നത് പ്രളയകാലം വരെ കേരളത്തിലെ ഹിന്ദു സമൂഹം ഓർക്കുന്ന, നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമലയിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചില ആളുകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാം എന്ന് കരുതി പലയിടത്തു നിന്നായി കൊണ്ടുവന്ന അവിശ്വാസികളായ ആൾക്കാരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ കണ്ണിൽ എണ്ണൊഴിച്ച് രാപ്പകൽ കാവൽ നിൽക്കുകയായിരുന്നു ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ധർമ്മവിശ്വാസികൾ. വാസ്തവത്തിൽ ആ കാലഘട്ടം കേരളത്തിലെ ഹിന്ദുത്വാഭിമാനികളെല്ലാം സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ വിശ്വാസികളെല്ലാം സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ദിവസങ്ങളാണെന്ന് മാത്രമല്ല, കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒട്ടനവധി സുമുഹൂർത്തങ്ങൾ പകർന്ന് നൽകിയ ആവേശദായകമായ കാലഘട്ടമായിരുന്നു ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനം തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ശബരിമലയിൽ നടത്തിച്ചുകൊണ്ട് ഈ വിശ്വാസത്തെ തകർക്കാം എന്ന് കരുതിയ ഭരണകൂടത്തിന് വിശ്വാസികളുടെ ഒരുമിച്ചുള്ള മുന്നേറ്റത്തിന് മുമ്പിൽ സമ്പൂർണമായി സുല്ലിട്ട് നിൽക്കേണ്ടി വന്ന, കീഴടങ്ങേണ്ടി വന്ന ഒന്നായി അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി ആ പ്രക്ഷോഭത്തിൻ്റെ വിജയം എന്നതും നമുക്ക് കാണാതിരുന്നുകൂടാ. ശ്രീ വത്സൻ തില്ലങ്കേരി, അങ്ങയിലേക്ക് മടങ്ങി വരാം. ഈ ചർച്ച മറ്റൊരു വഴിക്ക് കൂടി ഞാനൊന്ന് തിരിച്ചുവിടുകയാണ്. ശ്രീ SJR കുമാർ, ഒരു ഭക്തൻ്റെ സന്ദേശം, ഈ വാർത്ത ഉടൻ തന്നെ ജനൻ ടി വിയിൽ വരും, പക്ഷേ അതിനു മുമ്പ് അങ്ങ് പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സന്ദേശമാണ്. പേട്ടതുള്ളി എത്തുന്ന അയ്യപ്പന്മാരിൽ നിന്ന് 10 രൂപ വീതം വാങ്ങണമെന്നാണ് ദേവസ്വം ബോർഡ് കരാറുകാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആദ്യമായാണ് ദേവസ്വം ബോർഡ് കുറി തൊടാൻ കരാർ നൽകിയിരിക്കുന്നത്. ഈ ഇനത്തിൽ ലക്ഷങ്ങളാണ് ദേവസ്വം ബോർഡിന് ലഭിക്കാൻ പോകുന്നത്. എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിലെ ആനക്കൊട്ടലിന് സമീപം 4 സ്ഥലത്താണ് കുറി തൊടാനുള്ള സൗകര്യം. ഒരിടം 3 ലക്ഷം രൂപയ്ക്കും ബാക്കി 3 ഇടങ്ങളിൽ 7 ലക്ഷം രൂപയ്ക്കുമാണ് കരാർ. യാതൊരു പ്രതിഷേധവും തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ഹിന്ദു ക്ഷണിച്ചു വരുത്തിയ ആപത്താണ്. അനുഭവിച്ച് പദം വന്നിട്ട് എന്ത് വേണം എന്നാലോചിച്ചാൽ മതി. നിസ്സഹായതയാണോ, പുച്ഛമാണോ, നിസ്സംഗതയാണോ, എന്താണ് തോന്നുന്നത് അതുപോലും വിവരിക്കാൻ പറ്റുന്നില്ല. സ്വാമിയെ ശരണമയ്യപ്പ. ശ്രീ കുമാർജി, അത് കഴിഞ്ഞ് ശ്രീ വത്സൻ തില്ലങ്കേരിയിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. പക്ഷേ അദ്ദേഹത്തിനോട് ഒരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. 1-2 ദിവസത്തിനുള്ളിൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങും. അതിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രക്ഷോഭം അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ നേരിടുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് ഹിന്ദു വിശ്വാസികൾക്കറിയാം. അത്തരത്തിലുള്ള നടപടികളുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ആ ഭക്തനോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നിരാശ വേണ്ട. ശ്രീ വത്സൻ തില്ലങ്കേരി ഇവിടെ വളരെ വ്യക്തമായും വിശദമായും പറഞ്ഞതുപോലെ 2018 മുമ്പുള്ള ഹിന്ദു അല്ല ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദു. യാതൊരു തർക്കവും വേണ്ട അക്കാര്യത്തിൽ. നേരിടണമെങ്കിൽ നേരിടും. അതിൽ നിയമപരമായിട്ടെങ്കിൽ നിയമപരമായിട്ട്, പ്രക്ഷോഭത്തെങ്കിൽ പ്രക്ഷോഭത്തിൽ കൂടെ, ഏത് തരത്തിലും ഹിന്ദുവിൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനും ശക്തമായൊരു ഹിന്ദുവാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത് എന്നുള്ള സന്ദേശം നമ്മൾ നൽകിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ പൊട്ടുതൊടൽ ഉൾപ്പെടെ നമുക്കൊക്കെ അറിയാം. എരുമേലി ക്ഷേത്രത്തിനുള്ളിൽ സന്ദർശിച്ചിരിക്കുന്ന ആർക്കും അറിയാം. ഇതിനു മുമ്പും അവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ഏത് ഭക്തനും കുളിച്ച്, പേട്ടതുള്ളിന് ശേഷം അവിടെ കുളിച്ച് ശുദ്ധിയോടുകൂടി വന്ന് ഭസ്മം തൊടുന്നത് വളരെ കൃത്യമായിട്ട് വർഷങ്ങളോട് നടന്നു വരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് കച്ചവടക്കാരിക്കാണ്. കാരണം ധനാഗമ മാർഗമാണ് ഇന്ന് ദേവസ്വം ബോർഡിന് മുന്നിലുള്ള പ്രധാന വിഷയം എന്നുള്ളതാണ്. ശബരിമലയിൽ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളിലും അവിടെ അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ വിഷയത്തിലേക്ക് വന്നാൽ അത് എങ്ങനെ കച്ചവടവൽക്കരിക്കാം, കൊമേഴ്ഷ്യലൈസ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ ദേവസ്വം ബോർഡിന് ആദായം ഉണ്ടാക്കാം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ്. ഒരു കാരണവശാലും എനിക്ക് ഭക്തനോട് പറയാനുള്ളത്, ഈ നിങ്ങൾ അവിടെ പോയി കുറി തൊടുക, ഈ 10 രൂപ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കണ്ണാടി പണ്ട് പോലെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ തൊടാനുള്ള പ്രസാദം അവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് എന്ത് കാര്യമാണ് ഈ കരാറിനോട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 10 രൂപ കൊടുത്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഭസ്മം സ്വന്തം നെറ്റിയിൽ അണിയാനായിട്ട് ഒരു ഭക്തന് വേണ്ടി എന്ത് സഹായമാണ് ഈ കണ്ണാടിന് മുമ്പിൽ ഈ കരാറുകാർ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിടുന്നുണ്ട്. 1-2 ദിവസത്തിനകം തന്നെ കോടതിയിൽ അത് വരും.
കൂടാതെ അതിന് ശക്തമായ രീതിയിൽ നമ്മൾ ഈ ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പ്രത്യേകിച്ച് എരുമേലിയിലുള്ള തന്നെ നമ്മുടെ ഭക്തജനങ്ങൾ, അയ്യപ്പ സേവാ സമാജത്തിൻ്റെ പ്രവർത്തകരെല്ലാം അവിടെ വളരെ ശക്തമായി ഇത് നേരിടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ സന്ദേശം അയച്ച സുഹൃത്തിനോട് അല്ലെ ബയ്യഭക്തനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിരാശ വേണ്ട. തീർച്ചയായിട്ടും ഇതിനെല്ലാം നമുക്ക് തക്കതായ രീതിയിൽ അത് പരിഹരിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ. ശരി, ശ്രീ വത്സൻ തെല്ലങ്കേരി, ഞാൻ ചോദ്യം ആവർത്തിക്കുന്നില്ല, അങ്ങ് കേട്ടതാണ് സന്ദേശം. അല്ല, അതിൽ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളെ എങ്ങനെയൊക്കെയാണ് ഞെക്കിപ്പിഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണ് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുള്ള ആളുകൾ. അത് ഇതിൽ മാത്രമല്ല, ഇപ്രാവശ്യം നിരവധി ഭരണപരിഷ്കാരങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. എന്നപോലെയുള്ള ഭക്തജനങ്ങളെ പരീക്ഷിക്കുന്ന ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ശബരിമലയിലേക്ക് ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ബുക്ക് ചെയ്യാനുള്ളൊരു ഫീസായിട്ട് 10 രൂപ അടക്കണം എന്നാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് ഭക്തജനങ്ങൾ പിഴിയുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറി തൊടാൻ വേണ്ടി പണം മേടിക്കുന്നു എന്നുള്ള വിഷയം, അത് ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് തിരുവനന്തപുരത്ത് നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം വളരെ നിരുത്തരവാദപരമായിട്ടാണ് അതിൽ പ്രതികരിച്ചത് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല, അത് നേരത്തെ അവിടുന്ന് ചില ആളുകളൊക്കെ ഇങ്ങനെ കുറുതൊട്ട് കൊടുക്കും, പല ആളുകളും പൈസ മേടിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പോലീസ് പറഞ്ഞ് ദേവസ്വം ബോർഡ് തന്നെ മേടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിലാണ് ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് അവിടത്തേക്ക് വരുന്ന ഭക്തജനങ്ങൾ, അവർക്ക് സംതൃപ്തമായ ഒരു ദർശനം, സുഖദർശനം നൽകാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ദേവസ്വം ബോർഡ് ചിന്തിക്കേണ്ടത്. പണം അവിടെ സ്വാഭാവികമായി വന്നുകൊള്ളും, അത് വന്നിട്ടുണ്ട്, എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഭക്തജനങ്ങളെ എങ്ങനെയൊക്കെ പിഴിയാം എന്ന് ദേവസ്വം ബോർഡ് ചിന്തിക്കേണ്ടതില്ല. അവിടെ സുഖദർശനം നൽകാനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ അവിടെ ആവശ്യമായ പണമൊക്കെ അയ്യപ്പന് വേണ്ടി എത്ര കോടി വേണമെങ്കിലും കൊടുക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടുള്ള അവസരം ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം നൽകാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘം പോലുള്ള, അയ്യപ്പ സേവാ സമാജം പോലുള്ള സംഘടനകളൊക്കെ അത് നേരത്തെ ഭംഗിയായി നടത്തിയതാണ്. ഇപ്പോൾ എന്താണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്? 2-3 വർഷമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, അത്തരം സന്നദ്ധ സംഘടനകളുടെ ഒരു തരത്തിലുള്ള സേവന പ്രവർത്തനവും ശബരിമലയിൽ വേണ്ട എന്നാണ് തീരുമാനം. അപ്പോൾ എന്നാൽ വരുന്ന എല്ലാ ആളുകൾക്കും അവർ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുമില്ല. അവിടെ നടക്കുന്നത് എന്താണ്? അവിടെ കോടിക്കണക്കിന് രൂപയ്ക്ക് ലേലം കൊടുത്ത്, ആ ലേലം കൊടുത്ത ആളുകൾക്ക്, കച്ചവടക്കാർക്ക് എങ്ങനെയാണ് അവരുടെ മുതൽ മുടക്കിയ പണം കിട്ടുന്നത്? ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാതെയും കൊള്ളയടിക്കാതെ എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ അവർ മായം കലർത്തിയും അതുപോലെ തന്നെ വില കൂട്ടിയൊക്കെ അവർ അയ്യപ്പ ഭക്തന്മാരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ഭക്ഷണമൊക്കെ നൽകിയിട്ട് അവരെ പലതരത്തിലും രോഗികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ ശുദ്ധമായ ഭക്ഷണം വളരെ സൗജന്യമായി നൽകിയിരുന്ന ഭക്തജന സംഘടനകളെ അവിടുന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ദേവസ്വം ബോർഡ് ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇത് അവർ എങ്ങനെ ഭക്തജനങ്ങളെ സഹായിക്കാമെന്നല്ല, ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എങ്ങനെ അവരെ ദ്രോഹിക്കാം എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാമല്ലോ, ദർശനം ആരംഭിച്ചതിന് ശേഷം ശബരിമല സീസൺ ആരംഭിച്ചതിന് ശേഷം പമ്പയിലൊക്കെ ഭക്തജനങ്ങൾ അവർ മാല ഊരി അവിടെ ഇട്ടിട്ട് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായി. അവർക്ക് 3-4 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ 2-3 കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. അതിലൊന്ന്, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുത്തുന്നങ്ങൾ ദയവ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ദേവഹിതം അറിയുക എന്നുള്ള വളരെ ആചാരപരമായൊരു കാര്യമുണ്ട്. അല്ലാതെ ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഉൾവിളി പോലെ അവിടുത്തെ തീരുമാനങ്ങൾ മാറ്റാനോ ആചാരങ്ങൾ മാറ്റാനോ അവകാശമില്ല. അത് ഗുരുതരമായ ഭവിഷ്യത്തുകൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് ദേവഹിതം അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. അവിടുന്ന് ഭസ്മക്കുളം അവിടുന്ന് മാറ്റി സ്ഥാപിക്കുക. ആരോട് ചോദിച്ചിട്ട്, ആരുടെ ഹിതം അനുസരിച്ചിട്ട്, ആരുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ തോന്നിയാണ്. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊക്കെ എന്താണ് ഉദ്ദേശം? എന്താണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതൊരു വലിയ കൊള്ളക്കുള്ള സൗകര്യമാണ്. അതിലൂടെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്താൻ അവസരം ഉണ്ടാവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഓരോരോ പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ്.
അതിലൂടെ ആ ശബരിമലയെ ഒരു ചൂഷണ കേന്ദ്രമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്തജനങ്ങൾക്ക് സുഖദർശനത്തിനുള്ള സൗകര്യമുണ്ടാക്കുക, ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുക. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർക്ക് വ്രതധാരികളായി വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് അയോധ്യയിൽ നിന്ന് ഭക്തജനങ്ങൾ ഇവിടത്തേക്ക് നടന്നു വരികയാണെന്നുള്ളതാണ്. വളരെ വളരെ അതിശയകരമായ, വളരെ പ്രചോദനകരമായ വാർത്തകളാണ്. അതുപോലെ ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് അവിടെ നിന്ന് കണ്ടൊരു കാര്യം, ഈ മണ്ഡലകാലത്ത് ഗുജറാത്തിൽ നിന്ന് നിരവധി ഭക്തജനങ്ങൾ അവിടെ നിന്ന് വരാൻ വേണ്ടി മുദ്ര ധരിച്ച് ഇപ്പോൾ അവർ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ശബരിമലയുടെ കീർത്തി, പ്രശസ്തി, അതിൻ്റെ പ്രഭാവം ലോകം മുഴുവൻ എത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വിശാലമായ ഒരു തലത്തിലേക്ക് ശബരിമലയെ കാണുന്നവരും സങ്കുചിത മനസ്കരായി ഇത്തിരി വട്ടം മാത്രം കാണുകയും ഇത്തിരി വട്ടം ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഈ ചെറിയ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ ശബരിമല എന്ന വലിയ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പാവനതയാണ് ചുരുങ്ങിപ്പോകുന്നത്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർ കുറേയും കൂടി ഉയർന്ന് ചിന്തിക്കണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും ശബരിമലയുടെ കാര്യത്തിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുമെന്ന് ഭക്തജനങ്ങൾക്ക് ഉറപ്പിക്കാം. ഒരു തരത്തിലും ഇത്തരം ചൂഷണങ്ങളെ കണ്ണടച്ച് നോക്കി നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. അതിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടങ്ങൾ, നിയമ പോരാട്ടങ്ങളും അതുപോലെ തന്നെ ബഹുജന പോരാട്ടങ്ങളുമെല്ലാം നടക്കും, തിരുത്തിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ശബരിമലയിലെ കാവലാളുകളായിട്ട് ഹിന്ദു സംഘടനകൾ ജാഗ്രതയോടുകൂടി അവിടെ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. ശരി, ശ്രീ വത്സൻ തില്ലങ്കേരി, അങ്ങയിലേക്കും ശ്രീ കുമാർജിയിലേക്കും ഒരിക്കൽ കൂടി വരേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് ഒരു കാര്യം കൂടി ചർച്ചയാക്കേണ്ടതുണ്ട്. ശ്രീ SJR കുമാർ, ശ്രീ തില്ലങ്കേരി പറഞ്ഞതിൽ നിന്ന് ഒരു ചോദ്യം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതാത് സമയത്ത് അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ കക്ഷി മുന്നണി അതിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കണ്ടെത്തുന്ന ഒരു ഇടം, അല്ലെങ്കിൽ കൂറുമാറി എത്തുന്നവർക്കൊരു കസേര, അതുമല്ലെങ്കിൽ ആശ്രിതർക്ക് ഒരു സൗകര്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും ഗുരുവായൂരായാലും മലബാറിലായാലും കാണുന്ന കാഴ്ച ഇതാണ്. അതിൽ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, അത് തന്നെയാണ് നടക്കുന്നത്. അവിടെ ഉയരുന്ന ചോദ്യം, ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് ആര്? ക്ഷേത്രഭരണം ആരുടെ അവകാശം? തീർച്ചയായിട്ടും ഇത് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ദേവസ്വം ബോർഡിൽ എത്തിയത് എങ്ങനെയാണെന്ന് അറിയുമ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ദേവസ്വം ബോർഡ് സൃഷ്ടിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുക. അതായത് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, 1811 മൺറോയുടെ ഉത്തരവും പിന്നീട് ക്ഷേത്രങ്ങളുടെയൊക്കെ സ്വത്ത് ഉൾപ്പെടെ ഏറ്റെടുക്കുകയും പിന്നീട് നേരിട്ട് തന്നെ തിരുവിതാംകൂർ രാജാവും അതുപോലെ തന്നെ കൊച്ചി രാജാവും ക്ഷേത്ര ഭരണത്തിൽ താല്പര്യമെടുക്കുകയും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിനുള്ള ആനുവിറ്റി, വർഷാസനം തുടങ്ങിയവ നൽകുകയും മറ്റ് പല കാര്യങ്ങളും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം 1947 സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ രാജ്യങ്ങൾ 528ഓളം ചെറു രാജ്യങ്ങൾ ഒത്തുതീർക്കുന്ന ഒരു നടപടി ഉണ്ടായതും അതിന് ചർച്ച ചെയ്യാനായിട്ട് ഈ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് അന്ന് VP മേനോൻ എന്നുള്ള അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എത്തുകയും അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തൊക്കെ നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകളാണ്. അപ്പോൾ മഹാരാജാക്കന്മാരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത്, പ്രത്യേകിച്ച് തിരുവിതാംകൂർ മഹാരാജ, കാരണം തിരുവിതാംകൂർ ഭാഗത്തായിരുന്നു ഇത്രയധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത്, കൊച്ചി ചെറിയ രാജ്യമായിരുന്നു കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ രാജാവ്, അന്നത്തെ ചിത്രനാഥ് മഹാരാജാവിൻ്റെ ഏറ്റവും വലിയ ആശങ്ക ഇത്തരത്തിൽ ഭാരതത്തിലേക്ക് ലയിക്കപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു അന്നത്തെ സ്റ്റേറ്റ്, അതായത് തിരുവിതാംകൂർ അല്ലെങ്കിൽ കൊച്ചി, അവിടെ ഈ ക്ഷേത്രാചാരങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇത്രയും നാൾ പരിരക്ഷിച്ചു പോകുന്ന ഈ ക്ഷേത്രങ്ങളെ ആരിനി സംരക്ഷിക്കും? അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ഈ ആനുവിറ്റി വർഷാസനം വീണ്ടും നടക്കുമോ എന്നുള്ളത് വളരെ കൃത്യമായ ചർച്ചയായിരുന്നു. പല പ്രാവശ്യം ഈ ചർച്ച വരികയും അങ്ങനെ ആത്യന്തികമായിട്ട് അതിനെ സംരക്ഷിക്കപ്പെടണമെന്നും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. നമ്മൾ അറിയേണ്ടത് ഈ 528ഓളം ഇത്തരം കവനൻറ്റുകളാണ് ചെറു രാജ്യങ്ങളെ ഭാരതത്തിലേക്ക് ലയിപ്പിച്ചെങ്കിൽ അതിൽ വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ തിരുക്കൊച്ചിയുടെ കാര്യത്തിൽ. അത് ഭരണഘടനയിൽ എഴുതപ്പെട്ടതാണ്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിധിയിലുള്ളിൽ നമുക്കത് വായിക്കാൻ കിട്ടും. അവിടെ നമ്മൾ കാണേണ്ടത് ഈ ക്ഷേത്രങ്ങൾ വീണ്ടും അത് സംരക്ഷിക്കപ്പെടണമെന്നുള്ളതിന് പ്രത്യേകമായിട്ടൊരു സംവിധാനമാണ്. അങ്ങനെയാണ് 1949 മെയ് മാസം 28-ാം തീയതി തിരുവിതാംകൂറിലെ രാജാവും 29-ാം തീയതി കൊച്ചി മഹാരാജയോട്ട് ഒപ്പിട്ട കവനന്റിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയം വരികയും ഇതിനെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന ദേവസ്വം ബോർഡ് എന്നുള്ളൊരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തത്. തുടക്കത്തിൽ നമുക്കറിയാം 1950 ഭരണഘടന പിന്നീട് കേരളം കൊണ്ടുവന്ന HRC ആക്ടും ഒക്കെ വന്നതിന് മുമ്പ് ഇത് കൃത്യമായ രീതിയിലായിരുന്നു നടന്നിരുന്നത്. ശ്രീ R ശങ്കറും മന്നത്ത് പത്മനാഭനെ പോലുള്ളവരായിരുന്നു അതിൻ്റെ നേതൃനിരയിൽ വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നടന്ന ഈ ഡെമോക്രാറ്റിക് റൂളിൻ്റെ ഭാഗമായിട്ട് നിയമം മാറുകയും അങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് ഈ ദേവസ്വം ബോർഡ് മാറുകയും ചെയ്തത്. ഇവിടെയാണ് അതിൻ്റെ അപകടം.
അവിടെ കൃത്യമായിട്ടും ഈ ഹിന്ദുക്കളായിട്ടുള്ള MLA-മാർ അല്ലെ ഹിന്ദുക്കളായിട്ടുള്ള മന്ത്രിമാർ നിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് അല്ല വിഷയം. ഈ ഹിന്ദു നാമധാരി ആയതുകൊണ്ട് മാത്രം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നേടിയെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കാൻ സാധ്യതയില്ല. അതാണ് നമ്മൾ കാണുന്നത്. അവിടെ ഭക്തരായിട്ടുള്ള മന്ത്രിമാരും MLA-മാരും ആയിരിക്കണമായിരുന്നു അത് തിരഞ്ഞെടുക്കാനും അതുപോലെ ആ സ്ഥാനത്തേക്ക് വരാനുമെങ്കിൽ ഇന്ന് നമുക്കറിയാം അവിടെ കൊടുക്കുന്ന തീർത്ഥം കൈ കഴുകാൻ ഉപയോഗിക്കുന്ന തരത്തിൽ വരുന്ന തരയാണ് മന്ത്രിമാർ പലതും കാണുന്നത്. നമ്മളെല്ലാം ഇതിൽ കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ വളരെ നീചമായ രീതിയിലാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പെരുമാറിയും. ശ്രീ വത്സൻ തില്ലങ്കേരി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരുത്തരവാദമായ രീതിയിലാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. അതായത് അവിടെ നടന്നുകൊണ്ടിരുന്നൊരു വിഷയം വർഷങ്ങളായിട്ട് നടക്കുന്നു, അവർ പൈസ കൊടുക്കുന്നു, അതുകൊണ്ട് അത് ദേവസ്വം ബോർഡ് ആ പൈസ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എത്ര ഹീനമായൊരു പ്രവൃത്തിയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശ്വാസം അവരുടെ ഡിക്ഷണറിയിൽ ഇല്ല, അങ്ങനെ ഒരു പദം ഇല്ല. ഈ ഇടതുപക്ഷമായാലും ശരി, ഞാൻ UDF ആയാലും LDF ആയാലും മാറി ഭരിച്ചവരെല്ലാം അവിടെ നിയോഗിച്ച ഈ പ്രസിഡന്റുമാരായാലും ശരി, മെമ്പർമാരായാലും ശരി, അവർക്കൊരു കാരണവശാലും വിശ്വാസം അവിടെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവരുടെ പ്രശ്നം ആ കാണിക്ക വഞ്ചിയിലായിരുന്നു അവരുടെ നോട്ടം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഹിന്ദു സമൂഹം ഏറ്റെടുക്കേണ്ട വിഷയമാണ്. ഞാനീ പറഞ്ഞ പോലെ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുള്ള ഈ ദേവസ്വം ബോർഡ് വിഷയത്തിലും പ്രത്യേകിച്ചും നമ്മൾ ഭരണഘടനാപരമായ ഒരു മാറ്റം തന്നെ വേണ്ടി വരും. അത് ആ വിഷയം നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ നീക്കം നടത്തും. കൂടാതെ മറ്റു ക്ഷേത്രങ്ങളുടെ സംരക്ഷണം, ഇപ്പോൾ ഇതിൽ ദേവസ്വം ബോർഡിൽ പെടാത്ത ക്ഷേത്രങ്ങളും പലപ്പോഴും ദേവസ്വം ബോർഡ് കൈയടക്കുന്നതായ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഗുരുവായൂരിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ വിഷയം വളരെ ശക്തമായ രീതിയിൽ നമ്മൾ ഇടപെട്ട വിഷയങ്ങളാണ്. ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അട്ടപ്പാടിയിലെ ക്ഷേത്രമുണ്ട്. അതുപോലെ ധാരാളം ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും അത് ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ക്ഷേത്രം സംരക്ഷിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മത്സ്യ ഹാർബറിലുള്ള കുഴിച്ചപ്പക്കെട്ടിയ ക്ഷേത്രം എന്നുള്ള ക്ഷേത്രത്തിൻ്റെ സ്ഥിതി ഒന്ന് പോയി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവും. ആ ക്ഷേത്രം അന്യാധീനപ്പെട്ട് കിടക്കുന്നു. ചുറ്റുമതിലെല്ലാം ഭേദിച്ച് ചുറ്റുപാടുമുള്ള മത്സ്യക്കൊട്ടകളാൽ നിറഞ്ഞു കിടക്കുകയാണ് ആ ക്ഷേത്രം. അതിനെ ശ്രീകോവിൽ രണ്ടായിട്ട് പിളർന്ന് വൃക്ഷം വളർന്നു നിൽക്കുന്നു. പക്ഷേ അതിൻ്റെ പുറത്തെഴുതി വെച്ചിരിക്കുന്ന ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നാണ്. നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ പറഞ്ഞ ഉത്തരം അവിടെ അവർ അന്വേഷിച്ചു. പക്ഷേ എഞ്ചിനീയർ റിപ്പോർട്ട് അവിടെ ഭക്തജനങ്ങളില്ല ആ പ്രദേശത്ത്. ഈ ക്ഷേത്രത്തിന് ഒരു പുനരുദ്ധാരണം നടത്തണമെങ്കിൽ ഒരു സമിതി അംഗങ്ങളാകാൻ പോലും ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നമാണ്. അതേപോലെ തന്നെ ഹിന്ദുക്കളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ അന്യാധീനമാകാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് ധരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ, അതായത് ഒരു ദിവസം പോലും പൂജ മുടങ്ങാൻ ഇടവരരുത്. ഒരു ദിവസം പോലും ദേവസ്വം ബോർഡ് ക്ഷേത്രമായാലും അല്ലാത്ത ക്ഷേത്രമായാലും നിലനിർത്തേണ്ട ബാധ്യത ഭക്തജനങ്ങൾക്കാണ് എന്നുള്ള വിചാരത്തോടും കൂടി നമ്മൾ ക്ഷേത്രത്തെ സംരക്ഷിക്കണം. അതിനുവേണ്ടി നിയമ നടപടി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രക്ഷോഭം നടത്തി സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ അവരടിക്കടി എടുക്കുന്ന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള സാമ്പത്തിക സമാഹരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2019 അവർ കംപ്ലീറ്റ് അവിടുത്തെ അന്നദാനം അവർ ഏറ്റെടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവരുടെ സത്യവാങ്മൂലം കൊടുത്തു. അതായത് ഞങ്ങൾ പൂർണ്ണമായിട്ടും അന്നദാനം നൽകാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞു. ഇനി മറ്റൊരു സംഘടനയ്ക്ക് അന്നദാനം നൽകേണ്ട ആവശ്യമില്ല. അവിടെ വരുന്ന ഭക്തന്മാർക്കെല്ലാം സൗജന്യമായി അന്നദാനം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ മറ്റുള്ള സംഘടനയോട് നിന്ന് മാറ്റി നിർത്തിയത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഹോട്ടലുകൾ വളർന്നു. ഹോട്ടലുകൾക്ക് കൂടുതൽ തുകയ്ക്ക് അവർ കരാർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. അതുകൊണ്ട് നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് സന്നിധാനത്ത് ഒരു കാരണവശാലും കച്ചവടമാകരുത്, ഭക്ഷണം കച്ചവടമാകാൻ പാടില്ല. അയ്യപ്പൻ്റെ സന്നിധിയിൽ സൗജന്യ ഭക്ഷണം നൽകാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവിടുത്തെ ഹോട്ടലുകൾ എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണം. ഒരു കാരണവശാലും ഹോട്ടൽ ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണ സാധനത്തിന് വരെ കരാർ കൊടുക്കാൻ സാധ്യമല്ല. കാരണം അത്ര വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നടക്കുന്നത്. അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് സൗജന്യ ഭക്ഷണം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഹൈന്ദവ സംഘടന അല്ലെങ്കിൽ തയ്യാറായിട്ടുള്ള ഭക്തജന സമൂഹത്തെ ഏൽപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ KSRTC അമിതമായ ചാർജ്, ഈ നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള KSRTC ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിൽ ശബരിമലയിലെ എല്ലാം ചൂഷണമാണ്. മറ്റെങ്ങും ഇല്ലാത്ത തരത്തിൽ വൈദ്യുതി ചാർജ്, പോലീസിനുള്ള സംരക്ഷണത്തിനുള്ള ഞാൻ ഇടപെടുകയാണ്. മറ്റു മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇടപെടുകയാണ്. കാര്യം 1:24 ആയിരിക്കുന്നു. ശ്രീ വത്സൻ തില്ലങ്കേരിയിലേക്ക് പോകാൻ ഒരു 2 മിനിറ്റ് മാത്രം. ഞാൻ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയുന്നത്, ഇന്ന് ചർച്ച ചെയ്ത 3-4 വിഷയങ്ങൾ 1 മണിക്കൂറിലോ 1.5 മണിക്കൂറിലോ ചർച്ച ചെയ്ത് തീർക്കാവുന്നതല്ല. അതേക്കുറിച്ച് നിരന്തര ചർച്ച വേണം, ഓരോ വിഷയമായിട്ട് ചർച്ച വേണം. എന്ത് നടപടി എടുത്തു എന്നുള്ളതിന് അധികൃതർ ഉത്തരവും പറയണം. ശ്രീ വത്സൻ തില്ലങ്കേരി, 2 മിനിറ്റ് മാത്രം ബാക്കി. അങ്ങയുടെ പ്രതികരണം, ക്ഷേത്രം ആര് ഭരിക്കണം? ഒന്ന്, ഇതൊരു ഗതികേടാണോ? സ്വന്തം വിശ്വാസം സംരക്ഷിക്കാനും ആ ക്ഷേത്രങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും ആരുടെയെങ്കിലും സൗജന്യമായി മാറുന്നത്?
ക്ഷേത്രം ആര് ഭരിക്കണം എന്ന് വെച്ചാൽ ക്ഷേത്രവിശ്വാസികൾ ഭരിക്കണം. നമ്മുടെ രാജ്യത്തെ ഏതൊരു മതേതര സർക്കാരാണ്. ആ മതേതര സർക്കാരിന് എങ്ങനെയാണ് ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആരാധനാലയങ്ങൾ ഭരിക്കാനുള്ള അവകാശം എങ്ങനെയാണ് കിട്ടുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതി രാമജന്മഭൂമിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തൊരു നിലപാടുണ്ട്. സുപ്രീം കോടതി എന്താണ് ചെയ്തത്? അത് കേന്ദ്ര സർക്കാരിനെ ഭരിക്കാൻ ഏൽപ്പിക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ. സുപ്രീം കോടതി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് 2000 കോടി രൂപയോളം പണപ്പിരിവ് നടത്തി ആ ക്ഷേത്ര നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കാര്യം ഭംഗിയായി നടത്തുന്നുണ്ട്. അപ്പോൾ അത് സുപ്രീം കോടതി തന്നെ ചെയ്തിരിക്കുന്നത് എന്താണ്? അത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ നിർദ്ദേശിച്ച് ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭരണം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ ചിട്ടകളും ആചാരങ്ങളും അവർ നിലനിർത്തുന്നുണ്ടോ? നിശ്ചയമായും ഇല്ലെന്ന് തന്നെ പറയണം. 2, ക്ഷേത്രത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന സ്വത്തുക്കളും അതുപോലെ തന്നെ ഉപയോഗവസ്തുക്കളൊക്കെ അത് നിലനിർത്താൻ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെന്ന് വളരെ വ്യക്തമാണ്. അന്യാധീനപ്പെട്ടു പോവുകയാണ്, നശിപ്പിക്കപ്പെടുകയാണ്, കയ്യേറപ്പെടുകയാണ്. 3-മത്തെ ഒരു കാര്യം, ഏറ്റവും ക്ഷേത്രത്തിലെ സ്വത്തുക്കളൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതൊക്കെ സംശുദ്ധമായി പരിശുദ്ധമായി നടക്കണ്ടേ? എന്തുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വമായി ബന്ധപ്പെട്ട് അല്ലെ ശബരിമലയിലെ ദേവസ്വമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ബെഞ്ച് തന്നെ രൂപീകരിക്കേണ്ടി വന്നിരിക്കുന്നത്, ദേവസ്വം ബെഞ്ച് തന്നെ രൂപീകരിക്കേണ്ടി വന്നിരിക്കുന്നത്? അവിടെ കൊടിയ കൊള്ള നടന്നുകൊണ്ടാണ്. അവിടെ നടന്ന അഴിമതിയാണ്. കോടതിയുടെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചെന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ പിടിപ്പുകേടും അഴിമതിയും കൊള്ളയും കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തിയാണ് ഇതപര്യന്തമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഇവിടുത്തെ എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യം, ഒരു തരത്തിലും അർഹതയുള്ള ആളുകൾ കൈപ്പിടിയിൽ വെച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു ദുർഗതി ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കാണോ യഥാർത്ഥത്തിൽ ക്ഷേത്ര ഭരണത്തിൽ വിശ്വാസമുള്ളത് അവരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമയപരിമിതി കൊണ്ട് മാത്രം ഇവിടെ ഈ ചർച്ച സമ്പൂർണ്ണമാവുകയാണ്. ഈ ചർച്ച ഇവിടെ പൂർത്തിയാകുന്നതേ ഉള്ളൂ. ചർച്ച തുടരും. ജനൻ TV ഇതിനൊക്കെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ SJR കുമാർ, ശ്രീ വത്സൻ തില്ലങ്കേരി, ശ്രീ നാരായണ വർമ്മ, ശ്രീ K സുരേന്ദ്രൻ, എല്ലാവർക്കും നന്ദി. ഒന്നേ ഒന്ന് മാത്രം, ഭക്തർക്കൊപ്പം അന്നും ഇന്നും എന്നും. നമസ്തേ.